ഹായ് എവരിവൺ, നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലെ PYQ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. കഴിഞ്ഞ തവണ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിരുന്നത്. അത് നിങ്ങൾ എല്ലാവരും നോക്കിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ ഇന്നിപ്പോ നമ്മൾ അതേ ഇത് തന്നെയാണ്, അതായത് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ഫ്ലോട്ടിംഗ് ബോഡി വിൽ റിമെയിൻ ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആസ് ലോങ് ആസ്, അതായത് ഒരു ഫ്ലോട്ടിംഗ് ബോഡി, വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു ബോഡി സ്റ്റേബിൾ ഇക്വിലിബ്രിയമിൽ നിൽക്കുന്നത് ഏത് വരെയാണ്, അല്ലെങ്കിൽ ഏത് കണ്ടീഷനിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ കൊടുത്തേക്കുന്ന മീറ്റാ സെന്റർ എം ലൈസ് ബിലോ സെന്റർ ഓഫ് ഗ്രാവിറ്റി, മീറ്റാ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ താഴെയാണെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ മീറ്റാ സെന്റർ എം ലൈസ് എബോവ് സെന്റർ ഓഫ് ഗ്രാവിറ്റി, അതായത് മീറ്റാ സെന്റർ എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ മേലിലാണെന്നുള്ളതാണ്. ഓപ്ഷൻ സി പറയുന്നത് മീറ്റാ സെന്റർ എം ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ജി ലൈസ് അറ്റ് ദ സെയിം പൊസിഷൻ, അതായത് മീറ്റാ സെന്റർ എമ്മും സെന്റർ ഓഫ് ഗ്രാവിറ്റി ജിയും ലൈസ് ഇൻ ദ സെയിം പൊസിഷൻ, ഒരേ പൊസിഷനിലാണെങ്കിലാണെന്നാണ്. അപ്പൊ ഇതിൽ ഏതാണെന്നാണ് നമ്മൾ ആൻസർ നമ്മൾ കണ്ടെത്തേണ്ടത്. ഇതിൽ ഏതാണ് ഓപ്ഷൻ എന്നുള്ളതാണ്. നമുക്കറിയാം മീറ്റാ സെന്റർ എന്ന് പറഞ്ഞാൽ എ പോയിന്റ് വേർ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ബോയൻസി മീറ്റ്സ് ദ നോർമൽ ആക്സിസ് ഓഫ് ദ ബോഡി എന്നാണ്. അതായത് നമ്മുടെ ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റില് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ബോയൻസിയുടെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് മീറ്റ്സ് വിത്ത് നോർമൽ ആക്സിസ് ഓഫ് ബോഡി എന്നാണ് പറയുന്നത്. ആ ബോഡിയുടെ ആക്സിസും നമ്മുടെ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ബോയൻസിയും ഒരേ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ മീറ്റാ സെന്റർ എന്ന് പറയുന്നത്. അടുത്ത സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബോഡിയുടെ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് എവിടെയാണോ അതാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു ഫ്ലോട്ടിംഗ് ബോഡി, ഒരു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ബോഡി നമ്മൾ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് കറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഓസിലേറ്റ് ചെയ്തിട്ട് മീറ്റാ സെന്ററിനെ ബേസ് ചെയ്തിട്ടിരിക്കും അത് ഓസിലേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു ബോഡീനെ നമ്മൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു ബോഡീനെ നമ്മൾ ഓസിലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് മീറ്റാ സെന്ററിനെ ബേസ് ചെയ്തായിരിക്കും ഓസിലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറങ്ങുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ എം, അതായത് മീറ്റാ സെന്റർ എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ മേലെയാണെങ്കിൽ ബോഡി വിൽ ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ ആഫ്റ്റർ ബീങ് ഡിസ്റ്റർബ്. നമ്മൾ എന്തൊക്കെ ഡിസ്റ്റർബൻസ് കൊടുത്താലും ഈ പറയുന്ന ബോഡി ഒറിജിനൽ പൊസിഷനിൽ തിരിച്ചു വരും. അതായത് കണ്ടീഷൻ എന്താണ്? മീറ്റാ സെന്റർ എം എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് മേലെയാണെങ്കിൽ ഈ ബോഡി നമ്മൾ എന്തൊക്കെ ഡിസ്റ്റർബൻസ് കൊടുത്താലും അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ വന്ന് ചേരും. അതായത് നമ്മുടെ ഈ പറയുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ ബി ആണ് നമുക്കത് പറയുന്നത്. അതായത് മീറ്റാ സെന്റർ എം ലൈസ് എബോവ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. അതായത് നമ്മൾ ഈ ഓസിലേഷനോ അല്ലെങ്കിൽ മൂവ്മെന്റ് ഒക്കെ കൊടുത്താലും കുറച്ചു നേരം മൂവ് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന ആ ബോഡി എന്ത് ചെയ്യും? അത് ആ ഒറിജിനൽ പൊസിഷനിൽ വന്ന് നിൽക്കും. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മീറ്റാ സെന്റർ എം എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ മേലെയാണെങ്കിൽ, നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. മീറ്റാ സെന്റർ എം ലൈസ് എബോവ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിലാണ് ഫ്ലോട്ടിംഗ് ബോഡി വിൽ റിമെയിൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആസ് ലോങ് ആസ്. ഏതുവരെയാണെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് ബോഡി സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നത് മീറ്റാ സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് മേലെയാണ്, മുകളിലാണെങ്കിലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2. നോമിനൽ തിക്നെസ് ഓഫ് ബൗണ്ടറി ലെയർ റെപ്രസെന്റ്സ് ദി ഡിസ്റ്റൻസ് ഫ്രം ദ സർഫസ് ടു എ പോയിന്റ് വെയർ. അതായത് ഇപ്പം ബൗണ്ടറി ലെയർ തിക്നെസ് റെപ്രസെന്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഡിസ്റ്റൻസ് ഫ്രം ദ സർഫസ് ടു എ പോയിന്റ് വെയർ, ഒരു ആ ബോഡിയുടെ സർഫസ് എന്നുള്ള ഡിസ്റ്റൻസ് ടു എ പോയിന്റ് വെയർ, അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റ്, അത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് പറയുന്നത് ദ ഫ്ലോ സീസസ് ടു ബി ലാമിനർ. സീസ് എന്ന് പറഞ്ഞാൽ ലാമിനർ സ്റ്റോപ്പ് ചെയ്യുന്നു. സീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, വേർഡ് സീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എന്നർത്ഥം. ദ ഫ്ലോ സീസസ് ടു ബി ലാമിനർ, അതായത് ഫ്ലോ ലാമിനർ ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഓപ്ഷൻ ബി, വെലോസിറ്റി ഈസ് 99% ഓഫ് ഇറ്റ്സ് അസിംപ്റ്റോട്ടിക് ലിമിറ്റ്. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രീ സ്ട്രീം വെലോസിറ്റി ആണ്. ഈ അസിംപ്റ്റോട്ടിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ സ്ട്രീം വെലോസിറ്റി ആണ്. ഫ്രീ സ്ട്രീം വെലോസിറ്റിയുടെ 99% വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് ആണോ എന്നുള്ളതാണ് ബി പറയുന്നത്. ഓപ്ഷൻ സി, ഷിയർ സ്ട്രെസ് ബിക്കം മാക്സിമം, അതിനകത്തുള്ള ഷിയർ സ്ട്രെസ് മാക്സിമം ആവണം എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി പറയുന്നത് ഫ്ലോ ബിഹേവ്സ് ആസ് ഇഫ് ഇറ്റ് വെയർ റൊട്ടേഷണൽ. റൊട്ടേഷണൽ ഫ്ലോ എങ്ങനെയാണോ അതേ കണക്ക് ഈ ഫ്ലോ ബിഹേവ് ചെയ്യുന്നുള്ളത്. അപ്പൊ നമുക്കറിയാം
ബൗണ്ടറി ലെയർ തിക്നെസിന്റെ ആ ഒരു ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ്, നമ്മൾ പഠിച്ച കാര്യമാണ്. ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിക്നെസ്, ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറഞ്ഞാൽ thickness which is defined as the distance from the wall to the point where flow velocity reaches 99% of the free stream velocity എന്നാണ്. അതായത് ആ ഒരു പർട്ടിക്കുലർ തിക്നെസ് ആണ്. ആ തിക്നെസ്സിൽ എങ്ങനെ എന്തെന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രീം വെലോസിറ്റിയുടെ 99% വെലോസിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെലോസിറ്റി ഈസ് 99% ഓഫ് ഇറ്റ്സ് അസിംപ്റ്റോട്ടിക് ലിമിറ്റ്. അതായത് അസിംപ്റ്റോട്ടിക് ലിമിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫ്രീ സ്ട്രീം വെലോസിറ്റി ആണ് ഈ അസിംപ്റ്റോട്ടിക് ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. വെലോസിറ്റി ഈസ് 99% ഓഫ് ഇറ്റ്സ് അസിംപ്റ്റോട്ടിക് ലിമിറ്റ് അല്ലെങ്കിൽ ഫ്രീ സ്ട്രീം വെലോസിറ്റി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് പോവാം. ദ സ്പെസിഫിക് സ്പീഡ് ഓഫ് ഫോർ എ ഡബിൾ സെക്ഷൻ പൈപ്പ് പമ്പ് ഈസ് ടു ബി ഇവാലുവേറ്റഡ്. അതായത് നമ്മൾ ഒരു രണ്ട് സെക്ഷൻ ഉള്ള ഒരു പമ്പാണ്, അതിന്റെ സ്പെസിഫിക് സ്പീഡ് നമ്മൾ കണ്ടുപിടിക്കണം. ഡിസ്ചാർജ് ഉടുപ്പിച്ചേക്കണം. അതിന്റെ ഡിസ്ചാർജ് എങ്ങനെ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കൊടുത്തേക്കുന്നതാണ് ഹാഫ് ദ ആക്ച്വൽ ഡിസ്ചാർജ്. നമ്മൾ ആക്ച്വൽ ഡിസ്ചാർജിനെ കേട്ട് പകുതിയാണോ? ഓപ്ഷൻ ബി പറയുന്നത് ആക്ച്വൽ ഡിസ്ചാർജ് തന്നെയാണോ? ആക്ച്വൽ ഡിസ്ചാർജ് തന്നെയാണോ അതിന് കിട്ടുന്നത്? ഓപ്ഷൻ സി പറയുന്നത് ഡബിൾ ദ ആക്ച്വൽ ഡിസ്ചാർജ്. ആക്ച്വൽ ഡിസ്ചാർജിന് ഡബിൾ ആണോ കിട്ടുന്നത്? ഓപ്ഷൻ ഡി സ്ക്വയർ ഓഫ് ദ ആക്ച്വൽ ഡിസ്ചാർജ്. ആക്ച്വൽ ഡിസ്ചാർജിന്റെ സ്ക്വയർ ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ വെള്ളം ഇതിനകത്ത് രണ്ട് ഇതിൽ എൻ്റർ ആവുന്നുണ്ട്. വാട്ടർ എന്ന് പറയുന്നത് ബോത്ത് സൈഡ് ഇമ്പലറിന്റെ രണ്ട് സൈഡിലും, അതായത് ഡബിൾ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇമ്പലറിന്റെ രണ്ട് സൈഡിലും ഈ പറയുന്ന വെള്ളം എൻ്റർ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലോയിനെ രണ്ടായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന ഇമ്പലറിന്റെ രണ്ട് സൈഡിൽ എൻ്റർ ആവുന്നതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഫ്ലോയിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഡബിൾ സെക്ഷൻ എന്നാണ് പറയുന്നത്. ഡബിൾ സെക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും ഈ പറയുന്ന ഇമ്പലറിന്റെ രണ്ട് സൈഡിലും ഒന്ന് എൻ്റർ ആവുന്നുണ്ട് സെക്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വന്നു കയറുന്ന ആ ഫ്ലോ എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. ആ സ്പ്ലിറ്റിംഗ് കാരണം ഈ ഫ്ലോ രണ്ടായിട്ട് മാറും. അപ്പൊ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ആ ഫ്ലോ രണ്ടായിട്ട് മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ഹാഫ് ദ ആക്ച്വൽ ഡിസ്ചാർജ് ആയിരിക്കും ഇതിന്റെ ആൻസർ. സ്പെസിഫിക് സ്പീഡ് ഓഫ് ഫോർ എ ഡബിൾ സെക്ഷൻ പമ്പ് ഈസ് evaluated. The discharge would be taken as half the actual discharge. ആക്ച്വൽ ഡിസ്ചാർജിന്റെ ഹാഫ് ആണ്. എന്ന് പറഞ്ഞാൽ ഇമ്പലറിനകത്ത് അകത്തോട്ട് കയറുന്നത് രണ്ട് പോർഷനിലായതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിന്റെ എഫക്റ്റീവ്ലി അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവപ്പെടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഹാഫ് ദ ആക്ച്വൽ ഡിസ്ചാർജ് ആണ് എന്റെ ആൻസർ. അതായത് നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പൊ നമുക്കറിയാം ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡിസ്ചാർജ് എന്താണ്? ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് നമുക്ക് ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് നമുക്ക് പറയാം. അതല്ലാതെ നമുക്ക് അതിന് തിയറ്റിക്കലി പറഞ്ഞാൽ ഡിസ്ചാർജ് എന്താണ്? ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് ഒരു സെക്കൻഡിൽ എന്തുമാത്രം ലിറ്റർ ഓഫ് ഫ്യൂവൽ, അല്ലെങ്കിൽ ഫ്യൂവൽ അല്ല, ലിറ്റർ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു സെക്കൻഡിൽ എന്തുമാത്രം വോളിയം ഓഫ് ഫ്യൂവൽ അതിനകത്ത്, അത് വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇതിൽ പറയാം. എന്താണ്? ലിറ്ററിൽ പറയാം, അല്ലെങ്കിൽ മീറ്റർ ക്യൂബിൽ പറയാം. അതായത് ഡിസ്ചാർജിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഡിസ്ചാർജിന്റെ SI യൂണിറ്റ്? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ചില കേസുകളിൽ അത് ലിറ്റർ പെർ സെക്കൻഡിലും പറയപ്പെടുന്നുണ്ട്. ലിറ്റർ പെർ സെക്കൻഡിൽ പറയപ്പെടുന്ന കാര്യം എന്താണ്? നമുക്ക് ആ ലിറ്ററിനെ മീറ്റർ ക്യൂബ് ആക്കാൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാല് ലിറ്ററിനെ എങ്ങനെ നമുക്ക് മീറ്റർ ക്യൂബ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ മീറ്റർ ക്യൂബിനെ എങ്ങനെ ലിറ്റർ ആക്കാൻ പറ്റും? അപ്പൊ നിങ്ങൾ ആ വീട്ടില് മേലിൽ ടാങ്ക് കാണുമല്ലോ. ഈ ടാങ്കില് നിങ്ങൾക്ക് ഒരു ടാങ്ക് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറയുന്നു. അവര് പറയുന്നതെന്ന് പറഞ്ഞാല് ഒരു ടാങ്ക് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ആ ടാങ്കിന്റെ വോളിയം 1 മീറ്റർ ക്യൂബ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. 1 മീറ്റർ ക്യൂബ് ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പൊ ഈ 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാല് നമുക്ക് എന്താണ്? 1000 ലിറ്റർ ആണ്. 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 ലിറ്റർ. 1000 ലിറ്റർ ആണ് ഒരു മീറ്റർ ക്യൂബ്. ഓക്കെ, 1000 ലിറ്റർ ആണ് ഒരു മീറ്റർ ക്യൂബ്. അപ്പം അതിനർത്ഥം എന്താണ്?
1 meter cube is equal to 1000 ലിറ്റർ ആണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? നിങ്ങൾ 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ക്യൂബ് നിങ്ങൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അതായത് അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ നമുക്ക് 1 മീറ്റർ ക്യൂബ് ആണ്. ഈ 1 മീറ്റർ ക്യൂബ് വോളിയം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാങ്ക് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് 1000 ലിറ്റർ വാട്ടർ കൊള്ളും. 1000 ലിറ്റർ വാട്ടർ 1000 ലിറ്റർ വാട്ടർ ഉള്ളു 1000 ലിറ്റർ വാട്ടർ ഉള്ളു അതിനർത്ഥം എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1000 ലിറ്റർ ആണ്. 1 മീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1000 ലിറ്റർ. അപ്പൊ 1 മീറ്റർ ക്യൂബ് 1000 ലിറ്റർ ആണെങ്കിൽ 1 മീറ്റർ ക്യൂബ് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1/1000 മീറ്റർ ക്യൂബ് ആണ് 1 ലിറ്റർ. അതായത് 10⁻³ മീറ്റർ ക്യൂബ് ആണ് 1 ലിറ്റർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ ഇതിനെ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. വേറെ കാര്യമൊന്നുമില്ല. അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ക്യൂബ് നിങ്ങൾ ഉണ്ടാക്കിയാൽ ആ ക്യൂബിനകത്ത് എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 1000 ലിറ്റർ വെള്ളം കൊള്ളും. എന്നുകൂടെ ഞാൻ പറയാം. 1 മീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1 മീറ്റർ ക്യൂബ് 1 മീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1000 ലിറ്റർ. അതിനർത്ഥം 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1/1000 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ ക്യൂബ് ആണ്. അങ്ങനെ ആലോചിക്കാം. അപ്പൊ അതിനകത്ത് വേണമെന്നില്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു യൂണിറ്റ് കൺവേർഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് വരും. ഓക്കെ, നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ ഇവർ ചോദിക്കും. അപ്പൊ അതിനകത്ത് വരും 1 മീറ്റർ ക്യൂബ് ഈസിക്കൽ 1000 ലിറ്റർ ആണ്. 1 ലിറ്റർ ഈസിക്കൽ 1/1000 10⁻³ മീറ്റർ ക്യൂബ്. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ഡബിൾ സക്ഷനുള്ള ഒരു പമ്പാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹാഫ് ദ ആക്ച്വൽ ഡിസ്ചാർജ് ആയിരിക്കും. ആക്ച്വൽ ഡിസ്ചാർജിന്റെ ഹാഫ് ആയിരിക്കും. ഇപ്പൊ എങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഇമ്പലറിന്റെ രണ്ട് സൈഡിനകത്തും കയറും. ഇമ്പലറിന്റെ രണ്ട് സൈഡിനകത്തുനിന്നും വെള്ളം കയറും. അതുകൊണ്ട് തന്നെ ഈ എഫക്റ്റീവ്ലി സ്പ്ലിറ്റിംഗ് ദ ഫ്ലോ ഇൻടു 2. ഈ ഫ്ലോയിനെ രണ്ടായിട്ട് അവര് എങ്ങനെ രണ്ട് സൈഡിലത്ത് സക്ഷൻ രണ്ട് സൈഡിൽ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇമ്പലറിന് രണ്ട് സൈഡിനകത്തോട്ടും കയറും. അതുകൊണ്ട് തന്നെ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഹാഫ് ദ ആക്ച്വൽ ഡിസ്ചാർജ്. ഇപ്പം നമുക്ക് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ, ഹാഫ് ദ ആക്ച്വൽ ഡിസ്ചാർജ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് പോവാം. ഇഫ് 2 പമ്പ്സ് ഐഡന്റിക്കൽ ഇൻ ആൾ റെസ്പെക്ട്സ്, അത് രണ്ട് പമ്പ് ഉണ്ട്, എല്ലാ ആംഗിളിലും നോക്കിയാൽ അത് ഐഡന്റിക്കൽ ഈക്വൽ ആണ്. ആൻഡ് ഈച്ച് കേപ്പബിൾ ഓഫ് ഡെലിവറിങ് എ ഡിസ്ചാർജ് ക്യൂ അഗെയിൻസ്റ്റ് എ ഹെഡ് എച്ച്. രണ്ടിനും ഒരു ക്യൂ ഡിസ്ചാർജ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരു എച്ച് ഹെഡിന് എഗെയിൻസ്റ്റ് ആണ് കൊടുക്കുന്നത് വിചാരിക്കുക. റിസൾട്ടിങ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് ചോദ്യം. രണ്ട് പമ്പുണ്ട്, ഈ രണ്ട് പമ്പും എല്ലാ ആസ്പെക്റ്റിലും ഐഡന്റിക്കൽ ആണ്. ഈച്ച് കേപ്പബിൾ ഓഫ് ഡെലിവറിങ് എ ഡിസ്ചാർജ് ക്യൂ അഗെയിൻസ്റ്റ് ഹെഡ് എച്ച്. രണ്ടിലും നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഡിസ്ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഹെഡ് ഉള്ളതെങ്കിൽ അതിനെതിരെ ഒരു പർട്ടിക്കുലർ ഡിസ്ചാർജ് ഇതിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇത് രണ്ടും കണക്റ്റഡ് ഇൻ സീരീസ് ആണ്. സീരീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് അത് കഴിഞ്ഞ് വേറൊന്ന് ആണെങ്കിൽ ദി റിസൾട്ടിങ് ഡിസ്ചാർജ് ഈസ് 2Q അഗെയിൻസ്റ്റ് ഹെഡ്. ഒരു ഓപ്ഷൻ കൊടുത്തേക്കുന്ന ഓപ്ഷൻ എ പറഞ്ഞത് എന്താണ്? 2Q അഗെയിൻസ്റ്റ് ഹെഡ് 2H. 2H ഹെഡിന് അഗെയിൻസ്റ്റ് ആണെങ്കിൽ 2Q ഡിസ്ചാർജ് തരുമോ? അടുത്തത് 2Q അഗെയിൻസ്റ്റ് ഹെഡ് എച്ച് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഹെഡ് എച്ച് ആണെങ്കിൽ അതിനെ ഇരട്ടി 2Q ഡിസ്ചാർജ് വരുമോ? മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? Q അഗെയിൻസ്റ്റ് ഹെഡ് 2H. അതായത് ഡിസ്ചാർജ് ക്യൂവും ഹെഡ് 2H ആണെന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. അടുത്ത ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ്? Q അഗെയിൻസ്റ്റ് ഹെഡ് എച്ച്. അതായത് അതിന്റെ ഹെഡിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഡിസ്ചാർജ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ പമ്പ് സീരീസും പാരലലും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പമ്പ്സ് സീരീസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം എന്താണ്? അതിന്റെ ഡിസ്ചാർജ് സെയിം ആയിരിക്കും, അതിന്റെ ഹെഡ് കൂടുതലായിരിക്കും. ഓർത്ത് വെക്കുക, അപ്പം സീരീസും പാരലലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പമ്പ് സീരീസ് ആയിട്ട് കൊടുക്കുന്ന പഠിച്ചിട്ടുണ്ട്, പാരലൽ ആയിട്ട് കൊടുക്കുന്ന പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പമ്പ് സീരീസ് ആയിട്ട് നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിസ്ചാർജ് സെയിം തന്നെ ആയിരിക്കും, അതിന്റെ ഹെഡ് കൂടും. ഓക്കെ, ഇവിടെ സീരീസ് ഇട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഡിസ്ചാർജ് സെയിം ആണ്. ഇപ്പം ഇവര് പറയുന്നത് Q അഗെയിൻസ്റ്റ്
ഹെഡ് HR കണക്ടിങ് സി രണ്ടും ഡിസ്ചാർജ് ക്യൂവും ഹെഡ് സെയിം ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് ഈ പറഞ്ഞേക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ക്യൂ അഗേൻസ്റ്റ് ഹെഡ് എച്ച്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ, ക്യൂ അഗേൻസ്റ്റ് ഹെഡ് എച്ച്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ദ പവർ ഒബ്റ്റൈൻഡ് ഫ്രം ആൻ ഇമ്പൾസ് ടർബൈൻ. അപ്പൊ നമുക്കറിയാം ഇമ്പൾസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് എക്സാമ്പിൾ എന്താണ്? ഇമ്പൾസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ ഒരു ജെറ്റ് വന്നിടിക്കുന്നു, ആ ജെറ്റ് വന്നിടിക്കുന്നതിന്റെ ആ ഒരു ഇമ്പൾസ് കൊണ്ട് ഇത് മൂവ് ആവുന്നു. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം, നമ്മൾ ഇമ്പൾസ് ടർബൈൻ റിയാക്ഷൻ ടർബൈൻ നമ്മുടെ ഡിഫറൻസ് എന്താണ്? ഇമ്പൾസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ അതിൽ ഇൻലെറ്റില് കൈനറ്റിക് എനർജി മാത്രമേ കാണത്തുള്ളൂ. റിയാക്ഷൻ ടർബൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻലെറ്റിൽ രണ്ടും കാണും. അതായത് കൈനറ്റിക് എനർജി കാണും, പൊട്ടൻഷ്യൽ എനർജിയും കാണും. അങ്ങനെയുള്ള ടർബൈൻ പറയുന്ന പേരെന്താണ്? റിയാക്ഷൻ ടർബൈൻ. അപ്പൊ ഇൻവേഴ്സ് ടർബൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഇൻലെറ്റിൽ എന്ത് മാത്രമേ ഉള്ളൂ, കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ടർബൈൻ ഈസ് കോൾഡ് ആസ് ഇമ്പൾസ് ടർബൈൻ. ഇനി ഇൻലെറ്റിൽ കൈനറ്റിക് എനർജിയും പ്രഷർ എനർജിയും ഉണ്ടെങ്കിൽ ആ ടർബൈന് പറയുന്ന പേര് എന്താണ്? റിയാക്ഷൻ ടർബൈൻ. അപ്പൊ നമ്മൾ ഇമ്പൾസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ ഇൻലെറ്റിൽ കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. അതിന്റെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഏതാണ്? നമ്മളെ പെൽറ്റൻ വീൽ ടർബൈൻ ആണ് അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്നത് പറഞ്ഞാൽ ദ പവർ ഒബ്റ്റൈൻഡ് ഫ്രം ആൻ ഇമ്പൾസ് ടർബൈൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് നോസിൽ യൂസ് ചെയ്യും. അതായത് ഇപ്പൊ ഇമ്പൾസ് ടർബൈന് നിങ്ങൾക്ക് ഒരു സിംഗിൾ നോസിൽ യൂസ് ചെയ്യാം, മൾട്ടിപ്പിൾ നമ്പർ ഓഫ് നോസിൽ യൂസ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഉണ്ടാവുന്ന പവർ ഇവർ പറയുന്നത് പറഞ്ഞാൽ ആ പവർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നോസിലിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ പെൽറ്റൻ ടർബൈൻ വിത്ത് 6 നോസിൽ ഹാസ് എ സ്പെസിഫിക് സ്പീഡ് ഓഫ് 8.1. അതായത് ഒരു പെൽറ്റൻ ടർബൈൻ ആണ്, അതിനകത്ത് 6 നോസിൽ ഉണ്ട്. ഈ 6 നോസിൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിന്റെ സ്പെസിഫിക് സ്പീഡ് 8.1 ആണ്. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് സ്പീഡ് പെർ നോസിൽ, അതായത് ഒരു നോസിൽ ഉണ്ടാക്കുന്ന സ്പെസിഫിക് സ്പീഡ് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? ഒരു നോസിൽ ഉണ്ടാക്കുന്ന സ്പെസിഫിക് സ്പീഡ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഓപ്ഷൻ എ കൊടുത്തേക്കുന്നത് 1.35, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3.3, ഓപ്ഷൻ ഡി 8.1. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇവര് പറഞ്ഞേക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈ പി, അതായത് പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പി പ്രൊപ്പോർഷണൽ ടു എൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അറിയാം, പി പ്രൊപ്പോർഷണൽ ടു സ്മോൾ എൻ, അതായത് നമ്മുടെ പവർ പ്രൊപ്പോർഷണൽ ടു അതിന്റെ നമ്പർ ഓഫ് നോസിൽ എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവ കൊടുത്തേക്കുന്ന എത്ര നമ്പർ ഓഫ് നോസിലാണ് പറഞ്ഞത്? അപ്പൊ എൻ നമ്പർ ഓഫ് നോസിൽ എൻ എത്രയാണ് പറഞ്ഞേക്കുന്നത്? 6 എന്നല്ലേ പറഞ്ഞേക്കുന്നത്? 6 നമ്പർ ഓഫ് നോസിൽ 6 ആണ് പറഞ്ഞേക്കുന്നത്. ഇനി സ്പെസിഫിക് സ്പീഡ് എൻ എസ് എത്ര കൊടുത്തിട്ടുണ്ട്? എൻ എസ് എത്ര കൊടുത്തേക്കുന്നത്? എൻ എസ് കൊടുത്തേക്കുന്നത് 8.1ഉം എൻ കൊടുത്തേക്കുന്നത് നമ്പർ ഓഫ് നോസിൽ 6 ആണ് കൊടുത്തേക്കുന്നത്. അത് ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് പി പ്രൊപ്പോർഷണൽ എൻ എന്ന് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം എൻ എസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ എന്ന് കൊടുക്കാം. അതായത് എൻ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് എൻ എസ് സ്പെസിഫിക് ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അതായത് സ്പെസിഫിക് സ്പീഡും നമ്പർ ഓഫ് നോസിലും പ്രൊപ്പോർഷൻ ആണ് നമുക്ക് അസ്യൂം ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്പർ ഓഫ് നോസിൽസ്, അതായത് നമ്പർ ഓഫ് നോസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര നോസിൽ ഉണ്ടെന്നുള്ളത്. നമ്പർ ഓഫ് നോസിൽ ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് ഇത് ഓർത്ത് വയ്ക്കുക. നമുക്കറിയാം നമ്മുടെ ടോട്ടൽ എൻ എസ്, ടോട്ടൽ എന്താണ്? എൻ എസ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ എൻ എസ് എന്താണ്? എൻ എസ് സ്പീഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് നോസിൽ ആണ് നമുക്ക് എഴുതാം. നമ്പർ ഓഫ് നോസിൽ അതാണ് നമ്മൾ എൻ എസ് പെർ നോസിൽ. എൻ എസ് പെർ നോസിലാണ്. ഇത് നമ്പർ ഓഫ് നോസിലില് എൻ എസ് ആണ്. എൻ എസ് പെർ നോസിൽ, അതായത് ഒരു നോസില് പുറപ്പെടുവിക്കുന്ന സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എൻ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ടോട്ടൽ സ്പെസിഫിക് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് നോസിൽ. നമ്മൾ ചോദിച്ചേക്കുന്നതാണ് സ്പെസിഫിക് പെർ നോസിൽ, അതായത് ഒരു നോസില് ഉണ്ടാക്കുന്ന എൻ എസ്, അതായത് നമുക്ക് എഴുതാം എൻ എസ് പെർ നോസിൽ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ എൻ എസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് നോസിൽ. ഇവിടെ ടോട്ടൽ എൻ എസ് എത്രയാണ്? 8.1 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് നോസിൽ തന്നെ 6. അപ്പൊ 8.1 നിങ്ങൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക, 1.35 കിട്ടും. അതായത് നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ, 1.35. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ, 1.35 ആണ്. അത് ഓർത്ത് വയ്ക്കുക. വേറെ ഒന്നുമല്ല, ഇപ്പൊ ഇവര് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് നോസിൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? പവർ എന്ന് നമുക്ക് ആൾറെഡി നമുക്കറിയാം, പവർ എന്ന് പറയുന്നത് എൻ എസിന് പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ നമുക്കറിയാം പവർ പ്രൊപ്പോർഷൻ ടു എൻ ആണെങ്കിൽ എൻ എസ് പ്രൊപ്പോർഷൻ ടു എൻ നമുക്ക് എഴുതാം. അതിൽ നിന്നാണ് നമ്മൾ എഴുതുന്നത് എന്താണ്? അതിൽ നിന്നാണ് നമ്മൾ എന്തെഴുതുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ, അതായത് നമ്മുടെ എന്താണ് നമ്പർ ഓഫ്, അതായത് എൻ എസ് പെർ നോസിൽ എഴുതാം. അങ്ങനെ എഴുതാം, അതായത് എൻ എസ് പെർ നോസിൽ ഈസ് ഈക്വൽ എന്തെഴുതാം? ടോട്ടൽ എൻ എസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് നോസിൽ എന്ന് എഴുതാം. നമ്പർ ഓഫ് നോസിൽ ടോട്ടൽ എൻ എസ് എത്രയാണ്? 8.1 ഡിവൈഡഡ് ബൈ 8.1 ഡിവൈഡഡ് ബൈ 6 ആണ് നമ്പർ ഓഫ് നോസിൽ. അതാണ് നമുക്ക് ഈ പറയുന്ന എന്ത് കിട്ടുന്നത്? 1.35 കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 6. ഫോർ എ കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡി കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന, ഫുള്ളായിട്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ബോഡിയാണെന്ന് വിചാരിക്കുക. വിത്ത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ജി ആൻഡ് സെന്റർ ഓഫ് ബോയൻസി ബി. സെന്റർ ഓഫ് ആ ബോഡി ഉണ്ട്, അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ജി ആണ്, അതിന്റെ സെന്റർ ഓഫ് ബോയൻസി ബിയുമാണ്. ദ കണ്ടീഷൻ ഓഫ് സ്റ്റെബിലിറ്റി, അതായത് ആ ബോഡി സ്റ്റേബിൾ ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നതാണ് ജി ഈസ് ലൊക്കേറ്റഡ് എബോവ് ബി, അതായത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് ലൊക്കേറ്റഡ് എബോവ് സെന്റർ ഓഫ് ബോയൻസി ആണോ. ഓപ്ഷൻ ബി ജി ഈസ് ലൊക്കേറ്റഡ് ബിലോ ബി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? സെന്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് ലൊക്കേറ്റഡ് ബിലോ സെന്റർ ഓഫ് ബോയൻസി ആണോ. അടുത്ത് ജി ആൻഡ് ബി ആർ കോയിൻസിഡന്റ്, രണ്ട് ഒരു പോയിന്റിൽ നിൽക്കുവാണോ. ഓപ്ഷൻ ഡി പറയുന്നത് നൺ ഓഫ് ദ എബോവ് ആണോ. അപ്പൊ നമുക്കറിയാം, ഒരു കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ബോഡി നിങ്ങൾ കൺസിഡർ ചെയ്യുവാണ്, അതായത് ഫുള്ളി മുങ്ങിക്കിടക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ബോഡി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ബിലോ സെന്റർ ഓഫ് ബോയൻസി ആയിരിക്കും. സെന്റർ ഓഫ് ഗ്രാവിറ്റി എപ്പോഴും ബിലോ സെന്റർ ഓഫ് ബോയൻസി ആയിരിക്കും. അപ്പൊ അങ്ങനെ നോക്കിയാൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. വേറെ ഒന്നുമല്ല, ഇപ്പൊ ഒരു ബോഡി നിങ്ങൾ പറയുവാണെങ്കിൽ ആ ബോഡി സബ്മേർജ്ഡ് ബോഡിയാണെന്ന് വിചാരിക്കുക, അതായത് ബോഡി സബ്മേർജ്ഡ് ആണെന്ന് വിചാരിക്കുക. സബ്മേർജ്ഡ് എന്നാൽ എന്താണ് സബ്മേർജ്ഡ് എന്ന് പറഞ്ഞാൽ? വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ബോഡിയാണ് സബ്മേർജ്ഡ് ബോഡി. സബ്മേർജ്ഡ് ബോഡി ആണെങ്കിൽ അതിന്റെ ജി ലൊക്കേറ്റഡ് ബിലോ ബി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സെന്റർ ഓഫ് ഗ്രാവിറ്റി ജി എന്ന് പറയുന്നത് സെന്റർ ഓഫ് ബോയൻസി കാട്ടി കുറവാണെങ്കിൽ മാത്രമേ ഈ ബോഡി സബ്മേർജ്ഡ് ആവുള്ളൂ. ഇനി തിരിച്ചാണെങ്കിലോ? നേരെ തിരിച്ചാണെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ബോയൻസി ബി ആണെങ്കിൽ ഈ ബോഡി പൊങ്ങിക്കിടക്കും. ഓക്കെ, ബോഡി സബ്മേർജ്ഡ് ആണെങ്കിൽ അർത്ഥം എന്താണ്? സെന്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് ഓൾവേസ് ലൊക്കേറ്റഡ് ബിലോ സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഇത് ഓർത്ത് വയ്ക്കണം, മറന്നു പോകരുത്. ഓക്കെ, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ പറയുവാണ്. അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് പോവാം. കൺസിഡർ ദ ടർബുലന്റ് ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ത്രൂ എ സർക്കുലർ പൈപ്പ് ഓഫ് ഡയമീറ്റർ ഡി. ഒരു സർക്കുലർ പൈപ്പ് ഉണ്ട്, അതിന്റെ ഡയമീറ്റർ ഡി ആണെങ്കിൽ അതിനകത്ത് ടർബുലന്റ് ഫ്ലോ നടക്കുവാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പൊ എന്താണ് ലാമിനർ ഫ്ലോ, എന്താണ് ടർബുലന്റ് ഫ്ലോ? നിങ്ങൾക്ക് അറിയാം, ലാമിനർ ഫ്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രീം ലൈൻസ് സ്ട്രൈറ്റും പാരലലും ഒക്കെ ആയിരിക്കും.
ഒരു പട്ടാളക്കാരിങ്ങനെ അടുക്കും ചീട്ടോടെ നടക്കുന്ന പോലെ പോകുന്ന ഒരു ഫ്ലോ ആയിരിക്കും ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. ടർബുലന്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ സിക്സ് ആക്ക് ഫ്ലോ ആയിരിക്കും. അതായത് ഇതിന്റെ ഈ സ്ട്രീം ലൈൻസ് സ്ട്രെയിറ്റ് ആൻഡ് പാരലൽ ഒന്നും ആയിരിക്കില്ല, അതിന് തോന്നിയ പോലെ ആയിരിക്കും പോകുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ കുത്തൊഴുക്കിൽ വരുന്ന നദി, അതിനകത്ത് വരുന്ന ആ വെള്ളത്തിന്റെ സ്ട്രീം ലൈൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും സ്ട്രെയിറ്റും പാരലൽ ഒന്നും ആയിരിക്കില്ല, അതിന് തോന്നിയ പോലെ ആയിരിക്കും പോകുന്നത്. അതിനാണ് നമ്മൾ സിക്സ് ആക്ക് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ടർബുലന്റ് ഫ്ലോ ഉണ്ടെങ്കിൽ അതിന്റെ കൺസിഡർ ദ ടർബുലന്റ് ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ത്രൂ എ സർക്കുലർ പൈപ്പ്. ഒരു സർക്കുലർ പൈപ്പിനകത്തൂടെ ടർബുലന്റ് ഫ്ലോ നടക്കുവാണെങ്കിൽ പൈപ്പിന്റെ ഡയമീറ്റർ ഡി ആണെന്ന് വെച്ചോ, ആണെങ്കിൽ ഐഡന്റിഫൈ ദ കറക്റ്റ് പെയർ ഓഫ് സ്റ്റേറ്റ്മെന്റ്. ഈ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഒന്ന്, ഫ്ലൂയിഡ് ഈസ് വെൽ മിക്സ്ഡ്. ഫ്ലൂയിഡ് വെൽ മിക്സ്ഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അതായത് നമുക്കറിയാം ടർബുലന്റ് ഫ്ലോ എന്ന് പറയുമ്പോൾ എന്തായാലും ഫ്ലൂയിഡ് വെൽ മിക്സ്ഡ് ആണ്. അപ്പൊ ഈ ടർബുലന്റ് ഫ്ലോയുടെ കേസിൽ നമുക്കറിയാം ഫ്ലൂയിഡ് എന്തായിരിക്കും? ഫ്ലൂയിഡ് എപ്പോഴും വെൽ മിക്സഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫ്ലൂയിഡ് വെൽ മിക്സഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ടർബുലന്റ് ഫ്ലോയുടെ കേസിൽ ഫ്ലൂയിഡ് ഈസ് വെൽ മിക്സഡ്. ഇത് കറക്റ്റ് ആണ് ടർബുലന്റ് ഫ്ലോയുടെ കേസിൽ. അപ്പൊ ആദ്യത്തത് നമുക്ക് എന്ത് ചെയ്യാം, അത് ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഫ്ലൂയിഡ് ഈസ് വെൽ മിക്സഡ് ആണെന്ന് ചോദിച്ചാൽ, കാര്യം ടർബുലന്റ് ഫ്ലോ നടക്കുന്ന സമയത്ത് ഈ ഫ്ലൂയിഡ് സിക്സ് ആക്ക് ആയിരിക്കും, തോന്നിയതുപോലെയൊക്കെ അത് ഫ്ലോ ചെയ്തു പോകും. അതുകൊണ്ട് തന്നെ അത് മിക്സഡ് ആയിരിക്കും, നല്ല രീതിയിൽ മിക്സഡ് ആകും. ഫ്ലൂയിഡ് ഈസ് അൺമിക്സ്ഡ്. പിന്നെ ടർബുലന്റ് ആയതുകൊണ്ട് തന്നെ അൺമിക്സ്ഡ് ആണോ എന്ന് വെച്ചാൽ അല്ല. അപ്പൊ ഇത് നമുക്ക് അറിയാം ഇതല്ല. ഇനി റെയ്നോൾഡ്സ് ആർ എന്ന് പറയുന്നത് റെയ്നോൾഡ്സ് നമ്പർ ആണ്. റെയ്നോൾഡ്സ് നമ്പർ എന്താണ്? ആർ ഈസ് ഈക്വൽ ടു, നമുക്ക് രണ്ട് ഇക്വേഷന്റെ ആർ എന്തൊക്കെയാണ്? ആർ ഈസ് ഈക്വൽ ടു, ഒന്ന് നമുക്ക് എഴുതാം VD divided by ന്യൂ എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഇൻറ്റു ഡയമീറ്റർ ഡിവൈഡ് ബൈ ന്യൂ, കൈനമാറ്റിക് വിസ്കോസിറ്റി. അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഇസ് ഈക്വൽ ടു റോ VD ബൈ മ്യൂ എന്ന് എഴുതാം. ഇതാണ് കൈനമാറ്റിക് നമ്മുടെ റെയ്നോൾഡ്സ് നമ്പർ. ഇപ്പൊ ഒരു പൈപ്പ് ഫ്ലോ നിങ്ങൾ കൺസിഡർ ചെയ്യുക. പൈപ്പ് ഫ്ലോ ആണെങ്കിൽ 2300-നെക്കാട്ടിയും കുറവാണെങ്കിൽ ഇത് ലാമിനാറും, 2300-നെക്കാട്ടിയും കൂടുതലാണ് റെയ്നോൾഡ്സ് നമ്പർ എങ്കിൽ ഇത് ടർബുലന്റും ആണ്. ടർബുലന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് RE ലെസ് ദാൻ 2300 എടുക്കേണ്ട കാര്യമില്ല. അപ്പം RE ഗ്രേറ്റർ ദാൻ 2300. അതായത് ഫ്ലൂയിഡ് വെൽ മിക്സഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. അതായത് കണ്ടീഷൻ ശരിയാണ്. അടുത്തത് 4ഉം ശരിയാണ്. അപ്പം 1ഉം 4ഉം ആണ് ഓപ്ഷൻ എന്ന് പറയുന്നതാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 1, 4. അതായത് ഫ്ലൂയിഡ് ഈസ് വെൽ മിക്സഡ് ആണോ എന്ന് വെച്ചാൽ ആണ്. ഫ്ലൂയിഡ് അതിന്റെ റെയ്നോൾഡ്സ് നമ്പർ 2300-നെക്കാട്ടിയും കൂടുതലാണെന്ന് വെച്ചാൽ ആണ്. കാര്യം ടർബുലന്റ് ഫ്ലോ ആവണമെങ്കിൽ പൈപ്പ് ഫ്ലോയിൽ 2300-നെക്കാട്ടിയും കൂടുതൽ റെയ്നോൾഡ്സ് നമ്പർ കിട്ടണം. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ, 1ഉം 4ഉം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 8. എ ഫ്ലോ ഫീൽഡ് ഹാസ് ഓൺലി കൺവെക്റ്റീവ് ആക്സിലറേഷൻ ഈസ്. അതായത് ഫ്ലോ ഫീൽഡ് ഉണ്ട്, അതിന് കൺവെക്റ്റീവ് ആക്സിലറേഷൻ മാത്രമേ ഉള്ളെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കൊടുത്തേക്കുന്നതാണ് ഓപ്ഷൻ എയിൽ കൊടുത്തേക്കുന്നത് സ്റ്റഡി യൂണിഫോം ഫ്ലോ. സ്റ്റഡി യൂണിഫോം ആണ്. സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്ലോ പാരാമീറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ ഡോ റോ ബൈ ഡോ ടി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് ടൈമിന് ഡിപ്പെൻഡ് ചെയ്ത ഒന്നിനും അതിനകത്ത് ഒരു പാരാമീറ്റർ ചേഞ്ച് ആവാൻ പാടില്ല. അതായത് ഇപ്പം നിങ്ങൾ എടുക്കുകയാണ് ടെമ്പറേച്ചർ ഡോ ടി ബൈ ഡോ സ്മാൾ ടി ഈക്വൽ ടു 0 ആണെങ്കിൽ അത് സ്റ്റഡിയാണ്. പ്രഷർ ഡോ പി ബൈ ഡോ സ്മാൾ ടി ഈക്വൽ ടു 0 ആണ്, സ്റ്റഡിയാണ്. ഡെൻസിറ്റി എടുത്തു കഴിഞ്ഞാൽ ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു 0 ആണ്, സ്റ്റഡിയാണ്. അപ്പൊ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അതിന്റെ പാരാമീറ്റേഴ്സ് ഒന്നും ടൈമിന് ഡിപ്പെൻഡ് ചെയ്ത് ചേഞ്ച് ആവാൻ പാടില്ല, എങ്കിൽ അത് സ്റ്റഡിയാണ്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് എന്താണ്? an unsteady uniform flow. സംഭവം സ്റ്റഡി അല്ല, അതായത് ഡോ ടി ബൈ ഡോ ടി ഈക്വൽ 0 അല്ല, പക്ഷെ ഇത് യൂണിഫോം ഫ്ലോ ആണ്, വെലോസിറ്റിയുടെ ചേഞ്ച് ആണ് പറയുന്നത്. ഇനി അടുത്തത് മൂന്നാമത് പറയുന്നത് സ്റ്റഡി നോൺ യൂണിഫോം ഫ്ലോ. അതായത് സംഭവം സ്റ്റഡിയാണ്, ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. സംഭവം യൂണിഫോം അല്ല, നോൺ യൂണിഫോം ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങള് ഇപ്പം സ്റ്റഡി യൂണിഫോം, ഇപ്പൊ ഈ നമ്മളെ മെറ്റീരിയൽ ആക്സിലറേഷൻ എടുത്തു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ടെമ്പറൽ ആക്സിലേഷൻ ഉണ്ട്, കൺവെക്റ്റീവ് ആക്സിലേഷൻ ഉണ്ട്. ടെമ്പറൽ ആക്സിലേഷൻ ഉണ്ട്, കൺവെക്റ്റീവ് ആക്സിലേഷൻ ഉണ്ട്.
ഇപ്പൊ സ്റ്റഡി യൂണിഫോം ഫ്ലോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടെമ്പറൽ ആക്സിലേഷനും കൺവെക്റ്റീവ് ആക്സിലേഷനും 0 ആണ്. സ്റ്റഡി യൂണിഫോം ഫ്ലോ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന രണ്ടും 0 ആണ്. അപ്പൊ ഇത് നമ്മുടെ ഓപ്ഷനിലുള്ള സാധനമല്ല. ഇനി നമ്മള് സ്റ്റഡി നോൺ യൂണിഫോം ഫ്ലോ രണ്ടാമത് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ ടെമ്പറൽ ആക്സിലറേഷൻ 0 ആണ്. ടെമ്പറൽ ആക്സിലറേഷൻ അതായത് സ്റ്റഡി നോൺ യൂണിഫോം ആണ്. സ്റ്റഡി നോൺ ഈ പറയുന്നതാണ്. ടെമ്പറൽ ആക്സിലറേഷൻ ഉണ്ടാന്ന് വെച്ചാൽ അതുണ്ട്. പക്ഷേ കൺവെക്റ്റീവ് ആക്സിലറേഷൻ എന്താന്ന് വെച്ചാൽ അതില്ല, 0 ആണ്. ഇനി നമുക്ക് അൺസ്റ്റഡി നോൺ യൂണിഫോം എടുത്തു കഴിഞ്ഞാൽ അൺസ്റ്റഡി നോൺ യൂണിഫോം അതായത് ഈ ഡിയിൽ പറഞ്ഞിരിക്കുന്ന എടുത്തു കഴിഞ്ഞാൽ അതില് നമുക്ക് എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ ടെമ്പറൽ ആക്സിലറേഷൻ ഉണ്ടാന്ന് വെച്ചാൽ ഉണ്ട്, നമ്മുടെ കൺവെക്റ്റീവ് ആക്സിലറേഷൻ ഉണ്ടാന്ന് വെച്ചാൽ അതുമുണ്ട്. ഇവര് പറയുന്നത് കൺവെക്റ്റീവ് ആക്സിലറേഷൻ മാത്രമുള്ളതാണ്. ഇതിൽ കൺവെക്റ്റീവ് ആക്സിലറേഷൻ മാത്രമുള്ള ഓപ്ഷൻ എന്താണ്? സ്റ്റഡി നോൺ യൂണിഫോം ഫ്ലോ. അതായത് ഇതാണ്, ഇതിലാണ് ഏതുണ്ട്. ഇപ്പൊ ഈ ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഓപ്ഷൻ സി എടുത്തു കഴിഞ്ഞാൽ സ്റ്റഡി നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഉണ്ട്? സ്റ്റഡി അതായത് ടെമ്പറൽ ആക്സിലറേഷൻ 0 ആണ്, പക്ഷെ കൺവെക്റ്റീവ് ആക്സിലറേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഓപ്ഷൻ സി ആണ് നമുക്ക് ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ടൈപ്പ് ഓഫ് ഫ്ലോ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൺസിഡർ ചെയ്യുവാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ സ്റ്റഡി യൂണിഫോം, സോറി അത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള സംഭവമാണ്. സ്റ്റഡി യൂണിഫോം ആണ് നിങ്ങൾ എടുക്കുന്നത് വിചാരിക്കുക. ഓക്കെ, സ്റ്റഡി യൂണിഫോം എടുത്തു കഴിഞ്ഞാൽ അതില് ടെമ്പറൽ ആക്സിലറേഷൻ ഇല്ല, 0 ആണ്. പക്ഷേ കൺവെക്റ്റീവ് ആക്സിലറേഷൻ ഉണ്ട്. ഇനി അടുത്ത നിങ്ങൾ എടുക്കുവാണ് സ്റ്റഡി നോൺ യൂണിഫോം. ഓക്കെ, സ്റ്റഡി നോൺ യൂണിഫോം എടുത്തു കഴിഞ്ഞാൽ അതിൽ ടെമ്പറൽ ആക്സിലറേഷൻ 0 ആണ്, കൺവെക്റ്റീവ് ആക്സിലറേഷൻ ഉണ്ട്. സ്റ്റഡി യൂണിഫോമിനകത്ത് ഇതിനകത്ത് രണ്ടും ഇല്ല. ഇതിനകത്ത് സ്റ്റഡി നോൺ യൂണിഫോം എടുത്തു കഴിഞ്ഞാൽ ടെമ്പറൽ ആക്സിലറേഷൻ ഉണ്ടാന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ കൺവെക്റ്റീവ് ആക്സിലറേഷൻ ഉണ്ട്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അൺസ്റ്റഡി ആണ്. അൺസ്റ്റഡി യൂണിഫോം എടുത്തു കഴിഞ്ഞാൽ ടെമ്പറൽ ആക്സിലറേഷൻ ഉണ്ട്, കൺവെക്റ്റീവ് ആക്സിലറേഷൻ ഇല്ല. അപ്പൊ ഇനി അടുത്ത ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അൺസ്റ്റഡി നോൺ യൂണിഫോം ആണ്. അൺസ്റ്റഡി നോൺ യൂണിഫോം എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും ഉണ്ട്. അപ്പൊ ഇവ ചോദിച്ചേക്കുന്നതെന്ന് പറഞ്ഞാല് ഫ്ലോ ഫീൽഡ് ഹാസ് ഓൺലി കൺവെക്റ്റീവ് ആക്സിലറേഷൻ മാത്രമുള്ളത് ഇതിൽ ഏത് ഓപ്ഷൻ ആണ്? അതായത് ടെമ്പറൽ ആക്സിലറേഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇത് ഇത്രയും ടെമ്പറൽ ആണ്, ഇത് കൺവെക്റ്റീവ് ആണ്. കൺവെക്റ്റീവ് മാത്രമുള്ളത് ഈ ഒരു ഒറ്റ ഓപ്ഷനുകൾ. അതായത് സ്റ്റഡി നോൺ യൂണിഫോം ഫ്ലോയിലാണ് നമുക്ക് എന്തുള്ളത്? കൺവെക്റ്റീവ് ആക്സിലറേഷൻ മാത്രമുള്ളത്. അതായത് ടെമ്പററി ആക്സിലറേഷൻ, അതായത് ടെമ്പറൽ എന്നാണ്, ടെമ്പററി എന്നല്ല, ടെമ്പറൽ ആക്സിലറേഷൻ ഇല്ല, കൺവെക്റ്റീവ് ആക്സിലറേഷൻ ഉള്ളത് ഏതിലാണ്? സ്റ്റഡി നോൺ യൂണിഫോം ഫ്ലോ. അതായത് അതായത് നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ സ്റ്റഡി നോൺ യൂണിഫോം ഫ്ലോയിലാണ് നമുക്ക് ഈ പറഞ്ഞ കൺവെക്റ്റീവ് ആക്സിലറേഷൻ മാത്രമുള്ളത്. സ്റ്റഡി യൂണിഫോം ഫ്ലോയിലാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. സ്റ്റഡി യൂണിഫോം ഫ്ലോ ആണെങ്കിൽ അതിൽ ടെമ്പറൽ ആക്സിലറേഷൻ ഇല്ല, കൺവെക്റ്റീവ് ആക്സിലറേഷൻ ഉണ്ട്. ഇനി നമ്മളെ സ്റ്റഡി നോൺ യൂണിഫോം ഫ്ലോ ആണെങ്കിൽ അതിൽ ടെമ്പറൽ ആക്സിലറേഷൻ ഇല്ല, കൺവെക്റ്റീവ് ആക്സിലറേഷനും ഇല്ല. സ്റ്റഡി യൂണിഫോം ആണെങ്കിൽ രണ്ടുമില്ല. സ്റ്റഡി യൂണിഫോം ഫ്ലോ ആണെങ്കിൽ ടെമ്പറൽ ആക്സിലറേഷൻ ഇല്ല, കൺവെക്റ്റീവ് ആക്സിലറേഷൻ ഇല്ല. സ്റ്റഡി നോൺ യൂണിഫോം ആണെങ്കിൽ അതിൽ ടെമ്പറൽ ആക്സിലറേഷൻ ഇല്ല, കൺവെക്റ്റീവ് ആക്സിലറേഷൻ ഉണ്ട്. ഇനി അൺസ്റ്റഡി യൂണിഫോം ആണെങ്കിൽ ടെമ്പറൽ ആക്സിലറേഷൻ ഉണ്ട്, കൺവെക്റ്റീവ് ആക്സിലറേഷൻ ഇല്ല. ഇനി അൺസ്റ്റഡി നോൺ യൂണിഫോം ആണെങ്കിൽ അതിൽ രണ്ടും ഉണ്ട്, ടെമ്പറൽ ആക്സിലറേഷൻ ഉണ്ട്, കൺവെക്റ്റീവ് ആക്സിലറേഷൻ ഉണ്ട്. അപ്പൊ ഇവൻ പറയുന്നത് കൺവെക്റ്റീവ് ആക്സിലറേഷൻ മാത്രമുള്ള ഏതിലാണ്? സ്റ്റഡി നോൺ യൂണിഫോം ഫ്ലോയിലാണ് കൺവെക്റ്റീവ് ആക്സിലറേഷൻ മാത്രമുള്ളത്. അത് ഓർത്ത് വയ്ക്കാൻ മറന്നു പോയത്. ഇത്
പലർക്കും തിരിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് വ്യക്തമായിട്ട് പഠിക്കുക, മറന്നു പോകരുത്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 9ലേക്ക് പോവാം. ആസ് പെർ കോമൺ ഡിസൈൻ പ്രാക്ടീസസ് ത്രീ ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് ടർബൈൻസ് ഇൻ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്ലോ റേറ്റ്സ്. അതായത് നമ്മളെ കോമൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് വരുന്ന പ്രാക്ടീസ് പ്രകാരം നമ്മൾ ഹൈഡ്രോളിക് ടർബൈൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫ്ലോ റേറ്റ് അനുസരിച്ച് ഡിക്രീസിംഗ് ഓർഡറിൽ, അതായത് ഏറ്റവും കൂടുതൽ ഫ്ലോ റേറ്റ് ഉള്ളത് ആദ്യവും അതിൽ കുറഞ്ഞത് രണ്ടാമതും അതിൽ കുറഞ്ഞ മൂന്നാമതും വരുന്നത് ഈ പറഞ്ഞ ഏത് ഓപ്ഷനിലാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഹെഡ് എടുക്കുവാണെങ്കിൽ ഏറ്റവും ഹൈ ഹെഡ് ഉള്ള ഏത് ടർബൈനിലാണ്? ഹൈ ഹെഡ് ഉള്ള ഏത് ടർബൈനാണ്? പെൽറ്റനിലാണ് ഹൈ ഹെഡ് ഉള്ളത്. ഫ്രാൻസിസ് ആണെങ്കിൽ മീഡിയം ഹെഡ് ആണ്. കപ്ലാൻ ആണെങ്കിൽ ലോ ഹെഡ് ആണ്. ഇനി ഇത് ഹെഡിന്റെ കാര്യമാണ് നമ്മൾ ഇപ്പൊ പറയുന്നത്. ഹെഡിന്റെ കാര്യമാണെങ്കിൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് നേരെ തിരിച്ചു വരും. അപ്പൊ ഏറ്റവും കൂടുതൽ ഫ്ലോ റേറ്റ് ഉള്ള ആരൊക്കെയാണ്? കപ്ലാനാണ് ഏറ്റവും ഹൈ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഹൈ ഫ്ലോ റേറ്റ് ഉള്ളത്. ഫ്രാൻസിസിന് എപ്പോഴും മീഡിയം തന്നെ ആയിരിക്കും. മീഡിയം. ഇനി നമ്മുടെ പെൽറ്റൻ ആണെങ്കിൽ ലോ ആയിരിക്കും. അപ്പൊ ഇതിൽ അങ്ങനെ കൊടുത്തേക്കുന്ന, അതായത് ഡിസെൻഡിങ് ഓർഡർ എന്നാണ് പറയുന്നത്. ഡിസെൻഡിങ് ഓർഡർ എന്ന ഡിക്രീസിങ് ഓർഡർ, അതായത് ഏറ്റവും കൂടുതൽ ഫ്ലോ റേറ്റ് ഉള്ളത് ആദ്യവും അതിൽ കുറഞ്ഞ രണ്ടാമതും അതിൽ കുറഞ്ഞ മൂന്നാമതും കൊടുത്തേക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡിയിലാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. കപ്ലാനിലാണ് ഏറ്റവും കൂടുതൽ ഡിസ്ചാർജ് ഉള്ളത്, അത് കഴിഞ്ഞ് ഫ്രാൻസിസിൽ, അത് കഴിഞ്ഞ് പെൽറ്റനിൽ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അതായത് ഡിക്രീസിങ് ഓർഡർ ഓഫ് ഫ്ലോ റേറ്റിൽ എടുത്തു കഴിഞ്ഞാൽ കപ്ലാൻ, ഫ്രാൻസിസ്, പെൽറ്റൻ. ഇനി ഇൻക്രീസിങ് ഓർഡർ ആണെങ്കിൽ പെൽറ്റനിലാണ് ഏറ്റവും കുറവ്, അത് കഴിഞ്ഞ് കൂടുതലുള്ളത് ഫ്രാൻസിസിൽ, അത് കഴിഞ്ഞിട്ട് കപ്ലാനിൽ. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക, മറന്നു പോകരുത്. ക്വസ്റ്റ്യൻ നമ്പർ 9ലേക്ക് പോവാം. ഈ ഡ്രാഫ്റ്റ് ട്യൂബ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ, അതായത് ഈ താഴെ പറയുന്ന ഏത് ടർബൈനിലാണ് ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ആവശ്യം ഇല്ലാത്തതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കോമൺലി ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്ന സാധനം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എവിടെയാണ്? എവിടെയാണ് ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത്? റിയാക്ഷൻ ടർബൈനിലാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും ഒരു ഇമ്പൾസ് ടർബൈൻ നമ്മുടെ ഈ പറയുന്ന ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു റിയാക്ഷൻ ടർബൈൻ ആണ്. കപ്ലാൻ ടർബൈൻ റിയാക്ഷൻ ടർബൈൻ ആണ്. പെൽറ്റൻ വീൽ എന്ന് പറയുന്നത് ടർബൈൻ ആണ്. പെൽറ്റൻ വീൽ റിയാക്ഷൻ ടർബൈൻ അല്ല. എന്താണ്? പെൽറ്റൻ വീൽ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പൾസ് ടർബൈൻ ആണ്. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ പെൽറ്റൻ വീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടാൻജൻഷ്യൽ ഫ്ലോ ഇമ്പൾസ് ടർബൈൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പെൽറ്റൻ വീൽ എന്ത് വേണ്ട? ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ആവശ്യമില്ല. ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതാണ് നമ്മുടെ ടർബൈൻ എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഇതൊരു ടർബൈൻ ആണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് വെള്ളം വരുന്നു, നിങ്ങൾ നോക്കുന്നു, വെള്ളം ഇവിടെ നിന്ന് വരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇൻക്രീസിങ് ക്രോസ് സെക്ഷൻ ഏരിയയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ട്യൂബാണ് ഡ്രാഫ്റ്റ് ട്യൂബ്. ഈ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഫംഗ്ഷൻ എന്താണ്? ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഓഫ് എ ഡ്രാഫ്റ്റ് ട്യൂബ്. അതായത് നമ്മൾ ഈ പറയുന്ന റിയാക്ഷൻ ടർബൈനിൽ ഈ നമ്മുടെ ഫ്ലൂയിഡ്, നമ്മളെ വെള്ളം ഇതിനകത്ത് നിന്ന് ഇറങ്ങുന്ന ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ പ്രഷർ വളരെ കുറവായിരിക്കും. കാര്യം എന്താണ് പ്രഷർ വളരെ കുറവാൻ കാര്യം എന്താണ്? ഈ പ്രഷർ എനർജിനെ കംപ്ലീറ്റ് അവൻ എന്താക്കി മാറ്റും? മെക്കാനിക്കൽ എനർജിയിട്ട് മാറ്റും. അപ്പൊ ആ പ്രഷർ എനർജി എന്തായിരിക്കും? പ്രഷർ എനർജി വളരെ 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 ലെസ് ആയിരിക്കും. അതിനർത്ഥം ഇവിടെ പ്രഷർ വളരെ കുറവാണ്. ഇനി ഈ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്ന സാധനം വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നതായിരിക്കും. ഇവിടെ കംപ്ലീറ്റ് വെള്ളം കാണും. അത് ടെയിൽ റൈസ് എന്ന് പറയുന്ന സാധനത്തിലുള്ള വെള്ളത്തിലായിരിക്കും അത് നിൽക്കുന്നത്. ടെയിൽ റൈസ്. ഈ ടെയിൽ റൈസിന്റെ മേലില് അറ്റ്മോസ്ഫിയർ എയർ കാണും. ഈ അറ്റ്മോസ്ഫിയർ എയർ ഈ ടെയിൽ റൈസിലെ വെള്ളത്തിൽ കൊടുക്കുന്ന പ്രഷർ ഈ വെള്ളത്തിലും കാണും. അപ്പൊ അതിനെക്കാട്ടിയും കുറഞ്ഞ പ്രഷർ ഇവിടെ കാണും. അതുകൊണ്ട് ഈ വെള്ളം താഴെ നിന്ന് മേലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി ഈ പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡ്രാഫ്റ്റ് ട്യൂബ് എന്നുള്ള സാധനം ഇവിടെ ആഡ് ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ പെൽറ്റൻ വീലിന്റെ കേസിൽ ആവശ്യമില്ല. എന്താണ് റീസൺ? പെൽറ്റൻ വീലില് എന്ത് വേണ്ട? പെൽറ്റൻ വീലില് ഈ പറഞ്ഞ സാധനങ്ങൾ ഡ്രാഫ്റ്റ് ട്യൂബ് വേണ്ട. എന്താണ് റീസൺ? പെൽറ്റൻ വീല് വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയർ പ്രഷറിലായിരിക്കും. അതിനെക്കാട്ടിയും കൂടിയ പ്രഷർ, കുറഞ്ഞ പ്രഷറൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അതിന് ഈ പറഞ്ഞ ഡ്രാഫ്റ്റ് ട്യൂബ് കൊടുക്കേണ്ട കാര്യമില്ല.
ഓക്കെ, അപ്പൊ നമുക്ക് പെൽറ്റൻ വീൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. പെൽറ്റൻ വീൽ ടർബൈൻ ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് പോവാം. പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് മെഷർ. പിറ്റോട്ട് സ്റ്റാറ്റിക് ട്യൂബ് എന്ന സാധനം ഈ താഴെ പറഞ്ഞ ഏത് സംഭവമാണ് മെഷർ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അതിൽ ഓപ്ഷൻ എ പറഞ്ഞ ഡൈനാമിക് പ്രഷർ ആണോ, ഓപ്ഷൻ ബി സ്റ്റാഗ്നേഷൻ പ്രഷർ ആണോ, ഓപ്ഷൻ സി സ്റ്റാറ്റിക് പ്രഷർ ആണോ, ഓപ്ഷൻ ഡി അറ്റ്മോസ്ഫിയർ പ്രഷർ ആണോ. നമ്മൾ പിറ്റോ ട്യൂബ് പഠിച്ചതുപോലെ തന്നെ പിറ്റോ സ്റ്റാറ്റിക് ട്യൂബ് മെഷർ ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? സ്റ്റാഗ്നേഷൻ പ്രഷർ. അത് നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. സ്റ്റാഗ്നേഷൻ പ്രഷർ ആണ് നമ്മുടെ ആൻസർ. ഈ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഫ്ലൂയിഡിന്റെ വെലോസിറ്റി ഒരു ഒരു ഫ്ലൂയിഡ് പാസ് ചെയ്ത് പോവുകയാണെന്ന് വിചാരിക്കും. ഈ വെലോസിറ്റി, നമ്മുടെ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി 0 ആവുന്ന സമയത്തുള്ള പ്രഷറാണ് എന്ത്? സ്റ്റാഗ്നേഷൻ പ്രഷർ. സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് എന്താണ്? ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡ് ഫ്ലോ ആയി പോകുന്നെങ്കിൽ ആ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി എന്താണ്? വെലോസിറ്റി 0 ആയി മാറുമ്പോൾ അതിലുള്ള പ്രഷറാണ് സ്റ്റാഗ്നേഷൻ പ്രഷർ. ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ എന്ത് പറയാം? സ്റ്റാഗ്നേഷൻ പ്രഷർ ഈസ് ദ പ്രഷർ മെഷേർഡ് അറ്റ് എ സ്റ്റാഗ്നേഷൻ പോയിന്റ്. അതായത് ആ ഫ്ലൂയിഡ് നിൽക്കുന്ന ഒരു പോയിന്റ് ആണ് വേർ ദ ഫ്ലൂയിഡ്സ് വെലോസിറ്റി 0. ഫ്ലൂയിഡിന്റെ വെലോസിറ്റി 0 ആകുമ്പോൾ നമ്മൾ അളക്കുന്ന പ്രഷറാണ് സ്റ്റാഗ്നേഷൻ പ്രഷർ. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, സ്റ്റാഗ്നേഷൻ പ്രഷർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് പോവാം. സർഫസ് ടെൻഷൻ ഈസ് ഡ്യൂ ടു. അപ്പൊ സർഫസ് ടെൻഷൻ ഈ താഴെ പറയുന്ന ഏത് കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പറയുന്നത് എന്താണ്? അഡേഷൻ. അഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് അഡേഷൻ. അഡേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു മോളിക്യൂള് വേറെ ഏതെങ്കിലും മെറ്റീരിയലായിട്ട് അട്രാക്ട് ചെയ്ത് നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ് അഡേഷൻ. പിന്നെ ഗ്രാവിറ്റി ആൻഡ് അഡേഷൻ. ഗ്രാവിറ്റി ആൻഡ് അഡേഷൻ എന്ന് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അഡേഷനും ആണോ? അല്ല. ഇനി സ്റ്റാഗ്നേഷൻ പ്രഷർ നമുക്കറിയാം. എന്താണ് സ്റ്റാഗ്നേഷൻ പ്രഷർ? നമ്മൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? ഒരു ഫ്ലൂയിഡിന്റെ വെലോസിറ്റി 0 ആകുമ്പോഴുള്ള പ്രഷർ. ഇത് അതുമല്ല. കൊഹഷൻ. എന്താണ് കൊഹഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് കൊഹഷൻ? അല്ലെങ്കിൽ കൊഹസീവ് ഫോഴ്സ് അല്ലെങ്കിൽ കൊഹഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ഫ്ലൂയിഡ് അതിന്റെ സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോഴ്സ് ആണ് കൊഹഷൻ ഫോഴ്സ്. ആ ഒരു ടെൻഷനാണ് കൊഹസീവ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ ഫ്ലൂയിഡിന്റെ അതേ മെറ്റീരിയൽസ് എല്ലാം കൂടെ തമ്മിൽ ചേർന്ന് ഒട്ടിയിരിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് കൊഹഷൻ. സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന സാധനം നമുക്കറിയാം. സർഫസിൽ ഇപ്പൊ ഒരു വെള്ളമുണ്ട്, ആ സർഫസിൽ ഏതെങ്കിലും ഒരു ഇൻസെക്ട് വന്ന് അതിന്റെ ഒരു ചിറകിട്ട് അടിച്ച് അതിനെ പറ്റി ഇവിടെ നിൽക്കുന്ന ഈ സർഫസ് ടെൻഷൻ കൊണ്ടാണ്. നിങ്ങളൊരു വെള്ളത്തിനകത്ത് ഒരു ബ്ലേഡിനെ എടുത്തിട്ട് കഴിഞ്ഞാൽ ആ ബ്ലേഡ് മേലിൽ നിൽക്കുന്നത് സർഫസ് ടെൻഷൻ കൊണ്ടാണ്. അപ്പൊ ഈ പറയുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? കൊഹഷൻ കൊണ്ടാണ്. ഈ ഫ്ലൂയിഡിന്റെ മോളിക്യൂൾസ് തന്നെ തമ്മിലുള്ള ഒരു എന്താണ്? അതിന്റെ ഒരു സർഫസ് ഏരിയ കുറയ്ക്കാനുള്ള ശ്രമം ആണ് നമ്മുടെ ഈ പറയുന്ന സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? കൊഹഷന്റെ ഫലമായിട്ട് വരുന്നതാണ്. അതായത് നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. കൊഹഷൻ എന്താണ്? കൊഹഷൻ ആണ് നമ്മുടെ സർഫസ് ടെൻഷന്റെ കാരണമായിട്ട് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് നോക്കാം. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞത് ലിക്വിഡ് മോളിക്യൂൾസ് തമ്മിലുള്ള കൊഹസീവ് ഫോഴ്സ് അല്ലെങ്കിൽ കൊഹഷൻ കാരണം ഉണ്ടാകുന്ന സാധനമാണ് ഈ പറയുന്ന സർഫസ് ടെൻഷൻ. അപ്പൊ നമുക്കറിയാം സർഫസ് ടെൻഷൻ എന്താണ്? പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് ബൈ വെർച്യൂ ഓഫ് വിച്ച് ഇറ്റ് ട്രൈസ് ടു മിനിമൈസ് ഇറ്റ്സ് ഫ്രീ സർഫസ് ഏരിയ. സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടി ഈ ലിക്വിഡ് തന്നെ എടുക്കുന്ന ഒരു ക്രൈറ്റീരിയ ആണ് അതിന്റെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ഏതെടുത്താലും, ഇപ്പൊ വെള്ളം ആയാലും ശരി, പെട്രോൾ ആയാലും ശരി, ഡീസൽ ആയാലും ഏതെടുത്താലും അതിന്റെ ഡ്രോപ്ലെറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഷേപ്പ് എന്തായിരിക്കും? സ്പെറിക്കൽ ആയിരിക്കും. ഈ സ്പെറിക്കൽ ആവാനുള്ള കാരണം എന്താണെന്നറിയാം? ഇതിന്റെ കാരണവും സർഫസ് ടെൻഷനാണ്. സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് ഏത് ലിക്വിഡ് എടുത്താലും അതിന്റെ ഏതെങ്കിലും ഒരു തുള്ളി എടുത്തു കഴിഞ്ഞാൽ അത് ഓവലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എലിപ്റ്റിക്കൽ ഷേപ്പ് ഒന്നും ആവാതെ സ്പെറിക്കൽ ഷേപ്പ്ഡായിട്ട് നിൽക്കുന്ന കാര്യം സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ്. അതായത് ഫോഴ്സ് ദാറ്റ് കാസസ് ലിക്വിഡ് മോളിക്യൂൾസ് ടു സ്റ്റിക്ക് ടുഗദർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ലിക്വിഡ് മോളിക്യൂൾസ് തമ്മിലൊട്ടി നിൽക്കാൻ ഉള്ള ഒരു ഫോഴ്സിനെ നമുക്ക് എന്ത് പറയാം? സർഫസ് ടെൻഷൻ എന്ന് പറയാം. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, സർഫസ് ടെൻഷൻ ആണ്. നമ്മുടെ അതിന്റെ കാരണം എന്താണ്? കൊഹഷൻ ആണ്. ഓക്കെ, കൊഹഷൻ ഓർത്ത് വയ്ക്കുക. കൊഹഷനും അഡേഷനും പലർക്കും മാറിപ്പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് മോളിക്യൂൾ വേറെ ഏതെങ്കിലും മെറ്റീരിയലിൽ പോയി അട്രാക്ട് ചെയ്യുന്ന അഡേഷൻ. ഒരു ലിക്വിഡ് മോളിക്യൂള് അതേ ലിക്വിഡ് മോളിക്യൂളിൽ തന്നെ
അല്ലെങ്കിൽ ലിക്വിഡ് നമുക്ക് പറയാൻ പറ്റുന്ന ഫ്ലൂയിഡ് മോളിക്യൂൾസിൽ തമ്മിൽ ഒട്ടി നിൽക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് കൊഹഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 13ലേക്ക് പോവാം. ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ദ പ്രഷർ ഗ്രേഡിയന്റ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് റെപ്രസെന്റ്. അതായത് പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് പ്രഷർ ഗ്രേഡിയന്റ്? അതായത് നമുക്ക് വെലോസിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി അല്ല, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്ന അനുസരിച്ച് ടോ പ്രൊപ്പോർഷണൽ ഡി യു ബൈ ഡി വൈ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡി യു ബൈ ഡി വൈ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ടോ പ്രൊപ്പോർഷണൽ ഡി യു ബൈ ഡി വൈ. ഇതില് ഈ ഡി യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഡി യു ആൻഡ് വാട്ട് ഈസ് ഡി വൈ? ഡി യു എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ചേഞ്ച് ആണ്. ഡി വൈ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിന്റെ ചേഞ്ച് ആണ്. അതേപോലെ നിങ്ങൾ HMD പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്നാണ് പറയുന്നത്. അതായത് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. ഇവിടെ എന്താണ്? വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. അപ്പൊ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു പ്രോപ്പർട്ടി വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. അപ്പൊ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് പ്രഷർ ഗ്രേഡിയന്റ്? പ്രഷർ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഫ്ലൂയിഡ് സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞു. സ്റ്റാറ്റിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഫ്ലൂയിഡ്. ഈ സ്റ്റേഷനറി ആയിട്ട് ഒരു പൈപ്പിനകത്ത് ഒരു ഫ്ലൂയിഡ് നിൽക്കും നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഇവിടെയാണ് ആ ഫ്ലൂയിഡ് നിൽക്കുന്ന പൊസിഷൻ എന്ന് വിചാരിക്കുക. ഈ ഡിസ്റ്റൻസ് അനുസരിച്ച് ഇപ്പൊ സ്റ്റേഷനറി ആണ് നിൽക്കുന്നതെങ്കിൽ ഡിസ്റ്റൻസ് അനുസരിച്ച് ഇതിനകത്ത് ചേഞ്ച് ഒന്നും വരാനില്ല. കാര്യം ഡിസ്റ്റൻസ് മാറുന്നില്ല, ഫ്ലൂയിഡ് സ്റ്റാറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പ്രഷർ ഗ്രേഡിയന്റ് 0 ആണെന്ന് നമുക്ക് കണ്ണുടച്ച് പറയാം. കാര്യം എന്താണ്? റീസൺ എന്താണ്? അവിടെ പ്രഷർ ഗ്രേഡിയന്റ് ഇല്ല. പ്രഷർ ഗ്രേഡിയന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്തില്ല? പ്രഷർ ഈ പറയുന്ന ഡിസ്റ്റൻസ് അനുസരിച്ച് ചേഞ്ച് ആവും. അതായത് ഡിസ്റ്റൻസ് മാറുന്നില്ല. കാര്യം എന്താണ്? ഒരു സ്റ്റേഷനറി ആണ്. അതുകൊണ്ട് തന്നെ ഡി പി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? 0 ആണ്. നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. എന്താണ്? പ്രഷർ ഗ്രേഡിയന്റ് എന്തായിരിക്കും? ഒരു പ്രഷർ ഗ്രേഡിയന്റ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഡി പി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0. കാര്യം പ്രഷർ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ആണ് പ്രഷർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഈ പ്രഷർ ഗ്രേഡിയന്റ് അത് എക്സ് ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലൂയിഡ് എന്താണെന്ന് പറയുന്നത്? സ്റ്റാറ്റിക് ആണെന്ന്, സ്റ്റേഷനറി ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഈ ഒരു സാധ്യത ഇല്ല, 0 ആണ്. ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 14. അപ്പൊ നമുക്കറിയാം ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി റിലേറ്റ്സ്. അപ്പൊ നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്താണ് പറയുന്നത്? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്താണ് പറയുന്നത്? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത് എന്താണ്? ടോ പ്രപ്പോർഷണൽ ഡി യു ബൈ ഡി വൈ. ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ടോ? ടോ എന്താണ്? ഷിയർ സ്ട്രെസ് ആണ്. ഷിയർ സ്ട്രെസ് ആണ് ടോ. ഡി യു ബൈ ഡി വൈ. ഡി യു ബൈ ഡി വൈ എന്ന് പറയുന്നതാണ് ഇതിന് പറയുന്ന പേരാണ് വെലോസിറ്റി ഗ്രേഡിയന്റ്. ഇനി വേറൊരു രീതി നമുക്ക് പറഞ്ഞാൽ ഇതെന്താണ്? റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ് ആണെങ്കിലും പറയാം. അപ്പൊ നമുക്ക് ഈ പറയുന്ന ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത് എന്താണ്? ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ്. അപ്പൊ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്തിനെയൊക്കെ റിലേറ്റ് ചെയ്യുന്നു? എന്തിനെയൊക്കെയാണ് റിലേറ്റ് ചെയ്യുന്നത്? ഷിയർ സ്ട്രെസ്സിനെ റിലേറ്റ് ചെയ്യുന്നത് ടോയിനെ റിലേറ്റ് ചെയ്യുന്നു. ടോ പ്രൊപ്പോർഷണൽ എന്താണ്? ഡി യു ബൈ ഡി വൈ. അതിന് പറയുന്ന പേരെന്താണ്? ഒന്ന് വെലോസിറ്റി ഗ്രേഡിയന്റ്, അടുത്തെന്താണ്? റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ഓക്കെ, അപ്പൊ നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത് എന്താണ്? ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറയാം. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. പിന്നെ ബാക്കിയുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല, എന്നാലും നോക്കാം. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സ്ട്രെസ് സ്ട്രെയിനും മാത്രമാണ് അല്ല, സ്ട്രെസ് ഉണ്ട്, അത് എന്ത് സ്ട്രെസ് ആണ്? ഷിയർ സ്ട്രെസ് ആണ്, അത് പറയുന്നില്ല. സ്ട്രെയിന്, ഓക്കെ, സ്ട്രെയിനും അല്ല, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇനി വിസ്കോസിറ്റി ആൻഡ് ഡെൻസിറ്റി. വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മ്യൂ ആണ്. ഡെൻസിറ്റി റോ ആണ്. മ്യൂ ബൈ റോ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് മ്യൂ ബൈ റോ? എന്താണ് മ്യൂ ബൈ റോ? മ്യൂ ബൈ റോ എന്താണ്? മ്യൂ ഈസ് ഈക്വൽ ടു മ്യൂ ബൈ റോ. അതിന് പറയുന്ന പേര് എന്താണ്? കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. അപ്പൊ ഇതല്ല ഇതുമല്ല. ഷിയർ സ്ട്രെസ്, ഗ്രാവിറ്റി ആൻഡ് വിസ്കോസിറ്റി.
ജി ഇതെങ്ങും പറയുന്നില്ല. അപ്പൊ ഇത് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. വിസ്കസിറ്റിയുടെ മാത്രം കേസ് പറയുന്നില്ല, എടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ന്യൂട്ടൺസ് ലോ വിസ്കസിറ്റി പറയുന്നത് എന്താണ്? ഷിയർ സ്ട്രെസ് റിലേറ്റ്സ് എന്തൊക്കെയാണ്? ന്യൂട്ടൺസ് ലോ വിസ്കസിറ്റി പറയുന്നതാണ് റിലേറ്റ്സ് ഷിയർ സ്ട്രെസ് ആൻഡ് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ്സിനെയും റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ്സിനെയും റിലേറ്റ് ചെയ്യുന്ന സാധനമാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കസിറ്റി. ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 15. ഫോർ സ്റ്റഡി ഇൻകംപ്രസിബിൾ 3-dimensional ഫ്ലോ. സ്റ്റഡി ഫ്ലോ എന്താണ്? വാട്ട് ഈസ് എ സ്റ്റഡി ഫ്ലോ? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് സ്റ്റഡി ഫ്ലോ, എന്താണ് 3-dimensional ഫ്ലോ, എന്താണ് ഇൻകംപ്രസിബിൾ ഫ്ലോ? വാട്ട് ഈസ് സ്റ്റഡി ഫ്ലോ? സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ പാരാമീറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പ്രഷർ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഡോ പി ബൈ ഡോ ടി ഈക്വൽ ടു 0 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് പ്രഷർ ടൈം അനുസരിച്ച് ചേഞ്ച് ആവുന്നില്ല. ഇനി ഡെൻസിറ്റി എടുക്കണം. ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു 0. അർത്ഥം എന്താണ്? ഡെൻസിറ്റി പ്രഷർ ടൈം അനുസരിച്ച് ചേഞ്ച് ആവുന്നില്ല. ഇനി നിങ്ങൾ ഡോ ടി ബൈ ഡോ സ്മാൾ ടി ഈക്വൽ ടു 0 എന്ന് എഴുതുന്ന വിചാരിക്കുക. അർത്ഥം എന്താണ്? ടെമ്പറേച്ചർ ടൈം അനുസരിച്ച് ചേഞ്ച് ആവുന്നില്ല. അതായത് ഒരു പാരാമീറ്റേഴ്സും ടൈം അനുസരിച്ച് ചേഞ്ച് ആവുന്നില്ല എങ്കിൽ അത് എന്ത് ഫ്ലോ ആണ്? സ്റ്റഡി ഫ്ലോ ആണ്. ഓക്കെ, അപ്പൊ സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പാരാമീറ്റേഴ്സും ടൈം അനുസരിച്ച് ചേഞ്ച് ആവുന്നില്ല എങ്കിൽ അതിനെ എന്ത് പറയാം? സ്റ്റഡി ഫ്ലോ എന്ന് പറയാം. അപ്പൊ സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ ടൈം ഡിപ്പെൻഡന്റ് ചെയ്തുള്ള ചേഞ്ച് ഒന്നും വരാൻ പാടില്ല. ഇനി ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഇൻകംപ്രസിബിൾ? ഇപ്പൊ നമ്മൾ പറയുന്നു ലിക്വിഡ്സ് ആർ ഇൻകംപ്രസിബിൾ എന്ന് നമ്മൾ പറയുന്നു അല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളൊരു ഒരു 1 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ ഒരു 1000 ലിറ്റർ വെള്ളം, 1000 ലിറ്റർ ടാങ്കിലുള്ള വെള്ളത്തിനെ എടുത്ത് നിങ്ങൾക്ക് ഒരു ലിറ്ററിലുള്ള ഒരു ഇതിനകത്തോട്ട് മാറ്റാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ലിക്വിഡ് എന്തല്ല? ലിക്വിഡ് ഇൻകംപ്രസിബിൾ അല്ല. അപ്പൊ ലിക്വിഡ്സ് ഒന്നും ഇൻകംപ്രസിബിൾ അല്ല. ഓക്കെ, ഇനി 3D എന്ന് പറയുന്നത് 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ മാത്രമുള്ള ഫ്ലോ. എക്സിലും ഒയിലും ഡയറക്ഷണൽ ഫ്ലോ ആണെങ്കിൽ അതിന് പറയുന്ന ഒരു 2D. ഇനി എക്സിലും ഒയിലും ഇസഡിലും ഉണ്ടെങ്കിൽ അതിന് പറയുന്ന ഒരു 3D 3 ഡയമെൻഷൻ. അപ്പൊ ഇതിൽ നമുക്കറിയാം നമ്മുടെ ജനറൽ ഇക്വേഷൻ ഉണ്ട്. നമ്മളെ ഒരു എന്താണ് ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണ്? ആയിക്കൊള്ളുക. കണ്ടിന്യൂറ്റി ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്താണ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് റോ ഡബ്ല്യു പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതാണ് ജനറൽ ഇക്വേഷൻ. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ സ്റ്റഡി ആണ്. സ്റ്റഡി എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് ഒന്നും ഇല്ല എന്നർത്ഥം. അതായത് ഈ ടേം 0 ആയി. ഇനി 3 ഡയമെൻഷൻ, അതായത് ഇത് യുവും വിയും ഡബ്ല്യൂയും ഉണ്ട്. ഓക്കെ, പക്ഷേ ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ റോ കോൺസ്റ്റന്റ് ആണ്. റോ കോൺസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതും ഈ റോയും ഈ റോയും സെയിം ആണെന്ന് എഴുതേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. ഇതേപോലെ യഥാർത്ഥത്തിൽ ഡോ ആണ്. ഇതിനകത്ത് ഡി ടൈപ്പ് ചെയ്യാനുള്ള പ്രശ്നം കൊണ്ട് ഡി ഇട്ടതാണ്. ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഈക്വൽ ടു 0. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്നർത്ഥം. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി കാര്യം എന്താണ് കാര്യം? സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ ആ ഒരു ടേം, അതായത് നമ്മുടെ ഡോ റോ ബൈ ഡോ ടി 0 ആവും. ഇനി ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ റോ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ റോ എങ്ങും എഴുതേണ്ട കാര്യമില്ല. 3D എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് ഉണ്ട്, ഡോ വി ബൈ ഡോ വൈ ഉണ്ട്, ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് മൂന്നും കോറിലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇതാണ് ആൻസർ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 16ലേക്ക് പോവാം. മൂഡീസ് ചാർട്ട് എന്ന ചാർട്ട് ഉണ്ട്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ. അതായത് മൂഡീസ് ചാർട്ട് എന്ന ചാർട്ട് ഈസ് യൂസ് ടു ഡിറ്റർമിൻ. എന്തിനു വേണ്ടിയാണ് മൂഡീസ് ചാർട്ട് യൂസ് ചെയ്യുന്നത്? റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാനാണോ? അടുത്ത നസ്സൽ നമ്പർ കണ്ടുപിടിക്കാനാണോ? ഫ്രിക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനാണോ? സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കാനാണോ? അല്ല, മൂഡീസ് ചാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർത്ത് വയ്ക്കാം. മൂഡീസ് ചാർട്ട് എന്തിനാണ്?
ഫ്രിക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത് മൂഡീസ് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ മൂഡീസ് ചാർട്ട് എന്ന പേര് കേട്ടാലേ നിങ്ങൾ ഓർക്കുക ഫ്രിക്ഷൻ ഫാക്ടർ നമ്മൾ എഫ് പറയത്തില്ലേ, ഫ്രിക്ഷൻ ഫാക്ടർ എഫ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് മൂഡീസ് ചാർട്ട്. നമ്മൾ സാധാരണ നമ്മുടെ ഒരു ഫ്രിക്ഷൻ ഫാക്ടർ റെയ്നോൾഡ്സ് നമ്പർ എന്നുള്ള ഒരു റിലേറ്റീവ് സംഭവമാണ് നമ്മൾ അതിനകത്ത് കണ്ടുപിടിക്കുന്നത്. എഫും പിന്നെന്താണ് എഫ് വേഴ്സസ് എന്തെഴുതാം, എഫ് വേഴ്സസ് റെയ്നോൾഡ്സ് നമ്പർ എഴുതുന്ന സാധനമാണ് ഈ പറയുന്ന മൂഡീസ് ചാർട്ട്. അപ്പൊ മൂഡീസ് ചാർട്ട് ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ ഫ്രിക്ഷൻ ഫാക്ടറും റെയ്നോൾഡ്സ് നമ്പറും തമ്മിലുള്ള ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഇത് സർക്കുലർ പൈപ്സിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടെ ഞാൻ പറയാം. സാധാരണ നമ്മൾ മൂഡീസ് ചാർട്ട് സർക്കുലർ പൈപ്സിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ വേറുള്ള ഡയമെൻഷന് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ അതിനകത്ത് എടുക്കേണ്ട ഒരു റിലേഷൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഡയമീറ്റർ എന്ന് പറയുന്നത് 4 into RH എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ആ ഡയമീറ്റർ എന്ന് പറഞ്ഞാല് 4 into ഈ ഡയമീറ്റർ പറഞ്ഞ പേരുണ്ട്, എന്താണ് ഇത്? ഈ റേഡിയസിന് പറഞ്ഞ പേരുണ്ട്, എന്താണ്? ഹൈഡ്രോളിക് റേഡിയസിന്റെ 4 മടങ്ങാണ് ഈ ഒരു നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു റേഡിയസ് ഒരു പൈപ്പ് എടുത്തെന്ന് വിചാരിക്കാം. ഈ പൈപ്പിന് സമാനമായ രീതിയിലുള്ള വേറൊരു ക്രോസ് സെക്ഷൻ ഫോർ എക്സാമ്പിൾ റെക്ടാങ്കിൾ ആണെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ എടുക്കുമ്പോൾ ആ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് എന്ന് പറയുന്നത് 4 into RH ആയിരിക്കും. വേറെ RH എന്നത് എന്താണ്? RH പറയുന്ന പേരെന്താണ്? വട്ട് ഈസ് RH? അതാണ് ക്വസ്റ്റ്യൻ. വട്ട് ഈസ് RH? RH എന്നത് എന്താണ്? ഹൈഡ്രോളിക് റേഡിയസ് ആണ് RH. യഥാർത്ഥം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ RH നെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അപ്പൊ ഫ്രിക്ഷൻ ഫാക്ടറും നമ്മുടെ റെയ്നോൾഡ്സ് നമ്പറും തമ്മിലുള്ള ഒരു റിലേഷൻ തരുന്ന ഒരു ചാർട്ടാണ് എന്ത്? മോഡീസ് ചാർട്ട്. അപ്പൊ നമ്മുടെ മോഡീസ് ചാർട്ട് ഈസ് ഡിറ്റർമിൻ എന്താണ്? ഇപ്പൊ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കണം നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എന്താണ് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ? RE എന്താണ്? വാട്ട് ഈസ് RE? RE ഈസ് ഈക്വൽ എന്താണ്? റോ വി ഡി ബൈ മ്യൂ, അല്ലെങ്കിൽ എന്തെഴുതാം? വി ഡി ബൈ ന്യൂ എന്ന് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, പക്ഷെ ഇപ്പം അതിന്റെ വെലോസിറ്റി ഡയമീറ്റർ ഉണ്ടെങ്കിൽ ന്യൂ നിങ്ങൾ കണ്ടുപിടിക്കാം. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാം. പക്ഷേ ഫ്രിക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ മൂഡീസ് ചാർട്ട് വേണം. ഓക്കെ, അതാണ് കാര്യം. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 16ലേക്ക് പോവാം. സ്പെസിഫിക് സ്പീഡ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ. സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ സ്പെസിഫിക് സ്പീഡ് ഈ പറയുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഫസ്റ്റ് കൊടുത്തേക്കുന്നത് എന്താണ്? ഫസ്റ്റ് കൊടുത്തത് n into h raised to 3/4 ആണോ? അല്ല. അടുത്ത n square into √q into h raised to 3/4 ആണോ? അതും അല്ല. ഇനി n into √q q into h raised to 3/4 ആണോ? അതും അല്ല. പിന്നെന്താണ്? n √q divided by h raised to 3/4. അതായത് ഇതാണ് പമ്പിൻ്റെത്. n into √q divided by എന്താണ്? h raised to 3/4. അത് ഓർത്ത് വയ്ക്കുന്നതാണ്. n √q divided by h raised to 3/4 ഓർത്ത് വയ്ക്കുക. പമ്പിനാണ്. ടർബൈൻ ആണെങ്കിൽ നേരെ ഈ എച്ചിന് പകരം എന്ത് വരും? പവർ വരും. കാര്യം ഓർത്ത് വയ്ക്കുക. ഇപ്പൊ നമ്മള് ഒരു പമ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഹെഡ് ആണ് കിട്ടുന്നത്. ടർബൈൻ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന പവർ ആണ്. അത് ഓർത്ത് വയ്ക്കുക. അതനുസരിച്ച് ഈ ഇക്വേഷനും മാറും. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. എന്താണ്? n into √q divided by h raised to 3/4. വേറെ n എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്താണ്? അതിന്റെ സ്പീഡാണ്. q എന്ന് പറഞ്ഞാൽ എന്താണ്? q, വാട്ട് ഈസ് q? അതിന്റെ വോളിയം ഫ്ലോ റേറ്റ് ആണ്. h എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് h? h എന്താണ്? അതിന്റെ ഹെഡ് ആണ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക, മറന്നു പോകരുത്. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് പോവാം. A hydraulic turbine develops 1000 kilowatt power for a head of 40 meter. ഒരു ഹൈഡ്രോളിക് ടർബൈൻ ഉണ്ട്. ഈ ടർബൈൻ നമുക്ക് 1000 കിലോവാട്ട് പവർ തരുന്നു. 40 മീറ്റർ ഹെഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ 40 മീറ്റർ ഹെഡിലാണ് ഇവൻ നമുക്ക് 1000 കിലോവാട്ട് പവർ തരുന്നത്. ഓക്കെ, ഇഫ് ദ ഹെഡ് ഈസ് റെഡ്യൂസ്ഡ് ടു
20 മീറ്റർ. അപ്പൊ ഹെഡ് ഇവൻ കുറച്ചിട്ട് 20 മീറ്റർ ആയിട്ട് കുറയ്ക്കുവാണെങ്കിൽ പവർ എന്തുമാത്രം വരുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പവർ അവൻ തന്നിട്ടുണ്ട്, 2 ഹെഡ് തന്നിട്ടുണ്ട്, വേറൊരു പവറും കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഒന്നുകൂടെ ഓർത്ത് വയ്ക്കുക, ഒരു പവർ തന്നിട്ടുണ്ട്, 2 ഹെഡ് തന്നിട്ടുണ്ട്, ഇനി ഒരു പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെയുള്ള കണ്ടീഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യൂണിറ്റ് പവറിന്റെ ഇക്വേഷൻ എഴുതുക. യൂണിറ്റ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂണിറ്റ് പവർ, യൂണിറ്റ് ഡിസ്ചാർജ്, യൂണിറ്റ് സ്പീഡ് ഒക്കെ പഠിച്ചില്ലേ? അതിൽ യൂണിറ്റ് പവർ എന്താണ്? യൂണിറ്റ് പവർ. യൂണിറ്റ് പവർ യൂണിറ്റ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് യൂണിറ്റ് പവർ? എന്താണ് യൂണിറ്റ് പവർ എന്ന് പറഞ്ഞാൽ? NU എന്ന് പറഞ്ഞാൽ എന്താണ്? NU എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സ്പീഡാണ്. PU യൂണിറ്റ് പവർ ആണ്. അപ്പൊ PU യൂണിറ്റ് പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് 2 പവർ വന്നിട്ടുണ്ട്. P1 ഡിവൈഡഡ് ബൈ H1 റൈസ് ടു 3/2 ഈസ് ഈക്വൽ ടു P2 ഡിവൈഡ് ബൈ H2 റൈസ് ടു 3/2. അതിൽ P1 അവൻ തന്നിട്ടുണ്ട്, എത്രയാണ്? 1000 ആണ് തന്നിട്ടുണ്ട്. H1 തന്നിട്ടുണ്ട്, എത്ര തന്നിട്ടുണ്ട്? 40 ആണ് തന്നിട്ടുണ്ട്. H2 എത്ര തന്നിട്ടുണ്ട്? 20 ആണ് തന്നിട്ടുണ്ട്. ഈ P2 ആണ് നിങ്ങളുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ P2 കണ്ടുപിടിക്കാമല്ലോ. P2 ഈക്വൽ ടു H2 റൈസ് ടു 3/2 ഡിവൈഡഡ് ബൈ H1 റൈസ് ടു 3/2 ഹോൾ ഇൻറ്റു P1. അപ്പൊ എത്ര വരും? H2 എത്രയാണ്? വാട്ട് ഈസ് H2? H2 എത്രയാണ്? 20. അതായത് നമുക്ക് എഴുതാം 20 റൈസ് ടു 3/2 ഡിവൈഡ് ബൈ 40 റൈസ് ടു 3/2 ഇൻറ്റു 1000. നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ വരും 354 കിലോ വാട്ട് എന്ന് വരും. അതായത് നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, 354 കിലോ വാട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 19. The printer's ink is an example. അപ്പൊ നമുക്ക് പല ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ന്യൂട്രോണിക് ഫ്ലൂയിഡ് എന്താണ് പഠിച്ചിട്ടുണ്ട്, നോൺ ന്യൂട്രോണിക് ഫ്ലൂയിഡ് എന്താണ് പഠിച്ചിട്ടുണ്ട്, ഐഡിയൽ ഫ്ലൂയിഡ് പഠിച്ചിട്ടുണ്ട്, തിക്സോട്രോപിക് ഫ്ലൂയിഡ് എന്ന് പഠിച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് പഠിച്ചിട്ടുണ്ട്, പിന്നെ നമുക്ക് എന്താണ് സീഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് പഠിച്ചിട്ടുണ്ട്, ബിങ്കാം പ്ലാസ്റ്റിക്, പല പല ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ന്യൂട്രോണിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ന്യൂട്രോണിക് ഫ്ലൂയിഡ്? ന്യൂട്രോണിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡാണ് ന്യൂട്രോണിക് ഫ്ലൂയിഡ്. നോൺ ന്യൂട്രോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യാത്തതിന് നോൺ ന്യൂട്രോണിക് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഈ പ്രിന്റേഴ്സ് ഇങ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്താണ്? തിക്സോട്രോപിക് ഫ്ലൂയിഡ്. അതായത് നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. പ്രിന്റേഴ്സ് ഇങ്ക് എന്ന് പറയുന്നത് എന്താണ്? തിക്സോട്രോപിക് ഫ്ലൂയിഡിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മള് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ന്യൂട്രോണിയൻ ഫ്ലൂയിഡിന് ന്യൂട്രോൺ ഫ്ലൂയിഡ് നമുക്കറിയാം എന്താണ്? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡാണ് ന്യൂട്രോണിയൻ. ന്യൂട്രോണിയൻ എന്ന് പറഞ്ഞാൽ അത് ഒബേ ചെയ്യാത്ത ഫ്ലൂയിഡാണ്. അതായത് ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഫ്ലൂയിഡാണ് നമ്മളെ ന്യൂട്രോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. നോൺ ന്യൂട്രോണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ്. ഇനി നമുക്ക് ഓരോന്നിന്റെ എക്സാമ്പിൾ, ഇപ്പൊ ഡൈലാറ്റന്റ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ഉണ്ട്. അതിനകത്ത് ഡൈലാറ്റന്റ് ഫ്ലൂയിഡ് എന്ന ഫ്ലൂയിഡ് ഉണ്ട്. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ ബട്ടർ, വെണ്ണ, ബട്ടർ, പിന്നെ ക്യുക്ക് സാൻഡ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് സാൻഡ്, ക്യുക്ക് സാൻഡ്, പിന്നെന്താണ്? ഷുഗർ ഇൻ വാട്ടർ ഇതൊക്കെ ഡൈലാറ്റന്റെ എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് സീഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്താണ്? സീഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡിന്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെയിന്റ്, പിന്നെ നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇല്ലേ, ലിപ്സ്റ്റിക്, പിന്നെ നമുക്ക് പറയുവാണെങ്കിൽ ഇനാമൽ പെയിന്റുകൾ, നമ്മളെ മെറ്റലിലൊക്കെ അടിക്കുന്ന ഇനാമൽ പെയിന്റ്, ഇതൊക്കെ സീഡോ പ്ലാസ്റ്റിക്കിന് ഫ്ലൂയിഡിന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തിക്സോട്രോപിക് ഫ്ലൂയിഡ് ആണ്. തിക്സോട്രോപിക് ഫ്ലൂയിഡിന് എക്സാമ്പിൾസ് ആണ് നമ്മളെ പ്രിന്റേഴ്സ് ഇങ്ക്,
പിന്നെ നോക്കിക്കഴിഞ്ഞാല് നമ്മളെ എന്താണ് ഇനാമല് സ്യൂഡോപ്ലാസ്റ്റിക്കിന് ഇനി എക്സാമ്പിൾ നമുക്ക് പറയാം. എന്തൊക്കെയാണ് നമ്മളെ ബ്ലഡ്, മിൽക്ക് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ബ്ലഡ്, മിൽക്ക് ഇതൊക്കെ ഇനാമല് വേണ്ട. ഇനാമല് തിക്സോട്രോപിക് ഫ്ലൂയിഡിന് എക്സാമ്പിൾ ആണ് എന്ത്? ഇനാമൽ. ഓക്കെ. ഇനി നമ്മൾ ബിങ്കാം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് ആണ്. ബിങ്കാം പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഏതൊക്കെയാണ്? നമ്മുടെ സീവേജ് സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ അഴുക്ക് ചേരലൊക്കെ ഉള്ള ആ ഒരു എന്താണ് വെള്ളവും ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഇത് മാലിന്യം. പിന്നെ നമ്മുടെ ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക്, പല്ല് തേക്കുന്ന ടൂത്ത് പേസ്റ്റ്. പിന്നെ നമ്മുടെ ഡ്രില്ലിംഗ് മഡ് എന്ന് പറഞ്ഞാൽ ഡ്രില്ല് ചെയ്ത് നമ്മളിപ്പം ഈ കടൽ അല്ലെങ്കിൽ മണ്ണിന്റെ അടിയിലൊക്കെ ഡ്രില്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മഡ്. പിന്നെ ജെല്ല്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ബിങ്കാം പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ. ഈ എക്സാമ്പിൾസ് നിങ്ങൾ പഠിക്കുക. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ ഡൈലാറ്റൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബട്ടർ, ക്വിക്സാൻഡ്, പിന്നെ നമ്മുടെ എന്തായിരുന്നു ഷുഗർ ഇൻ വാട്ടർ സൊല്യൂഷൻ. ഓക്കെ. ഇനി സ്യൂഡോപ്ലാസ്റ്റിക്, അതിന് എക്സാമ്പിൾ നമ്മൾ പറയുന്നത് പെയിന്റ്, ലിപ്സ്റ്റിക്, ബ്ലഡ്, പിന്നെ എന്തായിരുന്നു മിൽക്ക്. ഓക്കെ. ഇനി തിക്സോട്രോപിക് ഫ്ലൂയിഡിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പ്രിന്റേഴ്സ് ഇങ്ക്, ഇനാമൽസും ആണ്. ഇനി ബിങ്കാം പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ പറയുന്നത് സീവേജ്, പിന്നെ സീവേജ് സ്ലഡ്ജ് എന്ന് വേണം പറയാം. സീവേജ് സ്ലഡ്ജ്, ടൂത്ത് പേസ്റ്റ്, ഡ്രില്ലിംഗ് മഡ്, ജെല്ല്, ഇതെല്ലാം. ഓക്കെ. ഇത് ഓർത്ത് വയ്ക്കുക, മറന്നു പോകരുത്. ക്വസ്റ്റ്യൻ നമ്പർ 20 പോവാം. The assumption not made in the derivation of Bernoulli's equation. അപ്പൊ ബെർണോളിസ് ഇക്വേഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്യുമ്പോഴത്തേക്കും, ബെർണോളിസ് ഇക്വേഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറെ അസംഷൻസ് ഒക്കെ എടുക്കും. അതിൽ ഇല്ലാത്ത അസംഷൻ ഈ താഴെ പറയുന്നതിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ബെർണോളിസ് ഇക്വേഷനിൽ നിങ്ങൾ എടുക്കുന്ന അസംഷൻ എന്തൊക്കെയാണ്? ആ ഫ്ലൂയിഡ് ഐഡൽ ആണ്, വിസ്കസിറ്റി ഇല്ല എന്നർത്ഥം. പിന്നെ ഫ്ലൂയിഡ് സ്റ്റഡി ആണ്, അതായത് നമ്മൾ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് ഒന്നും ടൈമിനെ ഡിപ്പെൻഡ് ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. ഈ ഫ്ലൂയിഡ് ഈസ് ഇൻകംപ്രസർ, അതായത് അതിന്റെ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇറിവേഴ്സിബിൾ ആണെന്ന് എടുക്കുന്നുണ്ട്. ഐഡൽ ആണെന്ന് എടുക്കുന്നുണ്ട്. ഇനി ഇൻവിസിഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇൻവിസിഡ് എന്ന് നമ്മൾ എടുക്കുന്നില്ലെങ്കിലും അതെന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റഡി ഫ്ലോ അത് എടുക്കുന്നുണ്ട്, യൂണിഫോം അത് എടുക്കുന്നുണ്ട്, 2 ഡയമെൻഷണൽ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇൻവിസിഡ് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത്. ഇൻവിസിഡ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഇൻവിസിഡ് ഫ്ലൂയിഡ്? ഇൻവിസിഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻവിസിഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ? ഇൻവിസിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ഇൻവിസിഡ് എന്ന് പറഞ്ഞാൽ നോ ഫ്രിക്ഷൻ ഇല്ല, ആ ഫ്ലൂയിഡിൽ ഫ്രിക്ഷൻ ഇല്ല. അങ്ങനത്തെ ഒരു ഫ്ലൂയിഡ് നമുക്ക് മാക്സിമം കണ്ടെത്താൻ പാടാണ്. ഇനി തെർമൽ കണ്ടക്ടിവിറ്റി ഇല്ല, അതായത് കെ ഇല്ല, തെർമൽ കണ്ടക്ടിവിറ്റി ഇല്ല, പിന്നെന്താ ഇല്ല, ഡിഫ്യൂഷനും ഇല്ല. അങ്ങനെയുള്ള ഫ്ലൂയിഡാണ് ഇൻവിസിബിൾ ഫ്ലൂയിഡ്. അതൊരിക്കലും നമ്മൾ ഈ പറയുന്ന അസംഷനിൽ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് നമുക്ക് അതിന്റെ ആൻസർ. ഓക്കെ. സോറി, യൂണിഫോം ഫ്ലോ ഉണ്ട്. സോറി. യൂണിഫോം ഫ്ലോ ഉണ്ട് അല്ലേ? യൂണിഫോം. അപ്പൊ ഇൻവിസിഡ് എന്ന് പറഞ്ഞാല് നമുക്ക് എന്താണ്? വാട്ട് ഈസ് ഇൻവിസിഡ് ഫ്ലൂയിഡ്? നോ ഫ്രിക്ഷൻ, തെർമൽ കണ്ടക്ടിവിറ്റി ഇല്ല, ഡിഫ്യൂഷൻ ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ ഞാൻ കണ്ടില്ലായിരുന്നു. യൂണിഫോം ഫ്ലോ ഇതിനകത്തുണ്ട്. യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ വെലോസിറ്റിയുടെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എ പർട്ടിക്കുലർ സ്പേസ്. ഓക്കെ. അതാണ് യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. അതില്ല. അതാണ് നമ്മൾ ഈ പറയുന്ന ബെർണോളിസ് ഇക്വേഷനിൽ പറയാത്ത കാര്യം. ഓക്കെ. അതായത് നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇതാണ് നമ്മുടെ ആൻസർ. എന്താണ്? യൂണിഫോം ഫ്ലോ. ബാക്കി എല്ലാം പറയുന്നുണ്ട്. ഇപ്പം സ്റ്റഡി ഫ്ലോ ആണ് അത് പറയുന്നുണ്ട്, ഇൻവിസിഡ് ആണെന്ന് പറയുന്നുണ്ട്, ഡൊമിനേഷൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ബെർണോളിസ് ഇക്വേഷനിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന അസംഷൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന്,
ഫ്ലൂയിഡ് ഐഡൽ ആണെന്ന് നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഐഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്കസിറ്റി ഇല്ല. ഇനി ഫ്ലൂയിഡ് സ്റ്റഡി ആണ്, അതായത് അതിന്റെ പാരാമീറ്റേഴ്സ് ഒന്നും ടൈം ഡിപ്പെൻഡ് ചെയ്ത് ചേഞ്ച് ആവുന്നില്ല എങ്കിലേ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. ഫ്ലോ ഈസ് ഇൻകംപ്രസിബിൾ എന്ന് നമ്മൾ എഴുതുന്നത്. ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇറിവേഴ്സിബിൾ, അതായത് ഒരിക്കൽ ഒരു ഫ്ലോ നടന്നു കഴിഞ്ഞാൽ തിരിച്ച് അതേ കണക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റത്തില്ല. ഐഡൽ ആണെന്നും പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ലാതെ ഇതിൽ പറയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? യൂണിഫോം ഫ്ലോ, അതായത് ഈ പറഞ്ഞ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു എ പർട്ടിക്കുലർ സ്പേസ് ചേഞ്ച് ഉണ്ടാവുന്നെങ്കിൽ അത് നോൺ യൂണിഫോം, ഉണ്ടാവുന്നില്ലെങ്കിൽ യൂണിഫോം ഫ്ലോ ആണ്. അത് യൂണിഫോം ഫ്ലോ ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 21 പോവാം. ക്യാവിറ്റേഷൻ ഇൻ വാട്ടർ റെമൈൻ റിസൾട്ട്. അത് ക്യാവിറ്റേഷൻ എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ക്യാവിറ്റേഷൻ? ഇപ്പൊ നമ്മൾ ഒരു പമ്പോ അല്ലെങ്കിൽ ഒരു ടർബൈനിലോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ലോ പ്രഷർ ഉള്ള സ്ഥലങ്ങളിൽ പ്രഷർ അതിന്റെ വേപ്പർ പ്രഷറിനെക്കാട്ടി കുറയുന്ന സമയങ്ങളിൽ അവിടെ ബബിൾസ് ഉണ്ടാവുകയും, ഓക്കെ, ഇനി ഇത് എവിടെയെങ്കിലും ഒരു വളവിലോ തിരിവിലോ ഒക്കെ ചെല്ലുമ്പം ഹൈ പ്രഷർ സോൺ എത്തിക്കഴിഞ്ഞാൽ ഈ ബബിൾസ് എല്ലാം കൊളാപ്സ് ചെയ്യുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ബബിൾസ് എല്ലാം പൊട്ടും. ഈ ബബിൾസ് ഒരുപാട് ബബിൾസ് ഒരുമിച്ച് പൊട്ടുമ്പം അവിടെ ഒരു പ്രഷർ വേരിയേഷൻ ഉണ്ടാവും. ഇത് കാരണമാണ് നമ്മൾ ഈ പറയുന്ന ക്യാവിറ്റേഷൻ സംഭവം ഉണ്ടാവുന്നത്. അപ്പൊ ഈ ക്യാവിറ്റേഷൻ എന്തിനൊക്കെ കാരണമാവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ക്യാവിറ്റേഷൻ എന്തിനൊക്കെ കാരണമാവുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതായത് റഫ് സർഫസ് നമുക്കറിയാം. ക്യാവിറ്റേഷന്റെ ഫലമായിട്ട് നമ്മൾ ഒരു പൈപ്പിന്റെ ഇന്നർ സർഫസിലൊക്കെ എന്തുണ്ടാവും? ക്യാവിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ പിറ്റിംഗ് ഉണ്ടാവും. അപ്പൊ ഇത് ഉണ്ടാവും. നോയ്സ് ഓപ്പറേഷൻ, ഇപ്പൊ ഈ ക്യാവിറ്റേഷൻ കാരണം ഒരുപാട് നോയ്സും വൈബ്രേഷനും സൗണ്ടും ഒക്കെ ഉണ്ടാവും. ഡ്രോപ്പ് ഇൻ ഡിസ്ചാർജ്, ഇപ്പൊ ഡയറക്റ്റ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഇൻ, അതിന്റെ പവർ ഡ്രോപ്പ് ഉണ്ടാവും. അത് തന്നെ പവർ ഡ്രോപ്പ് ഉണ്ടാവുന്ന ഡിസ്ചാർജ് ഡ്രോപ്പ് ഉണ്ടാകുമ്പോഴാണ് പവർ ഡ്രോപ്പ് ഉണ്ടാവും. അത് ശരിയാണ്. അപ്പൊ ഇതെല്ലാം ഉണ്ടാവും എന്നർത്ഥം. അതായത് ക്യാവിറ്റേഷന്റെ കാരണമായിട്ട് ഈ പറയുന്ന റഫ് സർഫസ് ഉണ്ടാവും, നോയ്സി ഓപ്പറേഷൻ ഉണ്ടാവും, ഡ്രോപ്പ് ഇൻ ഡിസ്ചാർജ് ഉണ്ടാവും. ഇങ്ങനെയാണ്. ഡ്രോപ്പ് ഇൻ ഡിസ്ചാർജ് കാരണമാണ്. ഇപ്പൊ യഥാർത്ഥത്തിന്റെ എഫക്ട്സ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് സർഫസ് റഫ്നെസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ക്യാവിറ്റീസ് ഉണ്ടാവും എന്ന് പറയാം. ഇനി നോയ്സ് വൈബ്രേഷനും ഉണ്ടാവും. പിന്നെ എഫിഷ്യൻസി കുറയും. എഫിഷ്യൻസി കുറയുന്നതിന്റെ കാരണം ആരാണ്? ഡിസ്ചാർജ് കുറയുമ്പോഴാണ് എഫിഷ്യൻസി കുറയുന്നത്. നമുക്കറിയാം, പവർ എടുത്തു കഴിഞ്ഞാൽ റോജി QH/1000 നമ്മൾ വിളിച്ചില്ലേ? ടർബൈനാണെങ്കിൽ ഓക്കെ തിരിച്ചു വരുന്നു വെച്ചോ. അപ്പം എന്തായാലും എങ്ങനെ വന്നാലും ഈ പവർ കുറയും. പവർ കുറയുന്ന എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് കുറയുമ്പോഴാണ് പവർ കുറയുന്നത്. അപ്പം ഇത് മൂന്നും ഉണ്ട്. അപ്പൊ ആൾ ഓഫ് ദ എബോവ് ആണ് നമ്മുടെ ആൻസർ. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ, ആൾ ഓഫ് ദ എബോവ്. ഇനി നമുക്ക് നോക്കാം ഇതിന്റെ എഫക്ട്സ് എന്തൊക്കെയാണ്. അപ്പൊ ക്യാവിറ്റേഷൻ കാരണം ഉണ്ടാകുന്ന എഫക്ട്സ് ഓഫ് ക്യാവിറ്റേഷൻ അത് നമുക്ക് നോക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് എഫക്ട്സ് ഓഫ് ക്യാവിറ്റേഷൻ? എന്തൊക്കെയാണ് ക്യാവിറ്റേഷന് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ? ഒന്ന് എന്ത് പറയാം, നമുക്ക് സോറി, മെറ്റാലിക് സർഫസിൽ പിറ്റിംഗ് ഉണ്ടാവും. അതായത് പിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസിലുള്ള മെറ്റലിനെ ഇവ എടുത്തോണ്ട് പോകും. അതിനാണ് പിറ്റിംഗ് എന്ന് പറയുന്നത്. പിറ്റിംഗ് അല്ലെങ്കിൽ റഫ് സർഫസ് ഉണ്ടാവും, പിറ്റിംഗ്. ഇനി അടുത്തത് നമുക്ക് രണ്ടാമത് പറഞ്ഞാല് ഇത് ഒരുപാട് നോയ്സ് ഉണ്ടാക്കും, വൈബ്രേഷനും ഉണ്ടാകും. ഓക്കെ. ഇനി മൂന്നാമത് പറയുന്നത് ആക്ച്വലി പറയുന്നത് എഫിഷ്യൻസി കുറയുന്നതാണ്. എഫിഷ്യൻസി റെഡ്യൂസസ്. എഫിഷ്യൻസി കുറയുന്നതിന്റെ കാരണക്കാരാണ്? ഡിസ്ചാർജ്. അപ്പൊ ഇതെല്ലാം ഈ നാലും ഇതിന് കാരണമാണ്. അപ്പം ആൾ ഓഫ് ദ എബോവ് ആണ് നമ്മുടെ ആൻസർ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 22 പോവാം. നോക്കാം. അണ്ടർ പാർട്ട് ലോഡ് ഓപ്പറേഷൻ ദ ടർബൈൻ ഈസ് ലീസ്റ്റ് എഫിഷ്യന്റ്. അതായത് ഫുൾ ലോഡ് കൊടുക്കാതെ പാർട്ട് ലോഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ താഴെ പറയുന്ന ഏത് ടർബൈനാണ് ഏറ്റവും കുറഞ്ഞ എഫിഷ്യൻസി തരുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത് പെൽറ്റൻ വീൽ ടർബൈൻ കൊടുത്തിട്ടുണ്ട്. പെൽറ്റൻ വീൽ ടർബൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രാൻസിസ് കൊടുത്തിട്ടുണ്ട്, കപ്ലാന് കൊടുത്തിട്ടുണ്ട്, പ്രൊപ്പല്ലർ കൊടുത്തിട്ടുണ്ട്. ഇനി പെൽറ്റൻ വീൽ എന്ന് പറഞ്ഞാൽ ഇതൊരു ടാൻജൻഷ്യൽ ഫ്ലോ ഇമ്പൾസ് ടർബൈൻ ആണ് പെൽറ്റൻ വീൽ എന്ന് പറയുന്നത്. ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ മോഡേൺ ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, റിയാക്ഷൻ ടർബൈൻ ആണ്. ഈ കപ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിയൽ ആണ്, ആക്സിയൽ ഫ്ലോ ടർബൈൻ. പ്രൊപ്പല്ലറും ആക്സിയൽ ആണ്. ഇത് രണ്ടും ആക്സിയൽ ആണ്. പക്ഷെ കപ്ലാനും പ്രൊപ്പല്ലറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എന്താണ്? കപ്ലാനില് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ബ്ലേഡ് ആംഗിൾസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
പ്രൊപ്പല്ലറിൽ പറ്റത്തില്ല. പ്രൊപ്പല്ലറിൽ എന്ന് പറഞ്ഞാൽ ആ ബ്ലേഡ് ആംഗിൾസ് നിങ്ങൾ ആദ്യമേ സെറ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ ഇരിക്കും. ഫ്ലോ അനുസരിച്ചൊന്നും നിങ്ങൾക്ക് ഈ പറയുന്ന പ്രൊപ്പല്ലർ ടർബൈനിന്റെ ബ്ലേഡ് ആംഗിൾസിനെ വേരി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രൊപ്പല്ലർ ടർബൈൻ ആണ് പാർട്ട് ലോഡ് ഓപ്പറേഷൻസിൽ ഏറ്റവും ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ളത് പ്രൊപ്പല്ലർ ടർബൈൻ ആണെന്ന് പറയാം. കാര്യം എന്താണ് റീസൺ എന്താണ്? കാര്യം ഈ പ്രൊപ്പല്ലർ ടർബൈനിനകത്തുള്ളത് ഫിക്സഡ് ബ്ലേഡ്സ് ആണ്. എന്താണ്? ഫിക്സഡ് ബ്ലേഡ്സ് ആണ് പ്രൊപ്പല്ലർ ടർബൈനിലുള്ളത്. എന്താണ് പ്രൊപ്പല്ലർ ടർബൈനിലുള്ളത് ഫിക്സഡ് ബ്ലേഡ്സ് ആണ്. ഫിക്സഡ് ബ്ലേഡ്സ്. ഈ ഫിക്സഡ് ബ്ലേഡ്സ് ഒരിക്കലും ഈ വെള്ളം കുറഞ്ഞു വരുന്ന അല്ലെങ്കിൽ കൂടി വരുന്ന അനുസരിച്ച് ഈ ബ്ലേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊന്നും കൊടുക്കത്തില്ല. അത് അതേ കണക്കിരിക്കത്തേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ബ്ലേഡ്സ് നമുക്ക് ഈ പറയുന്ന വാട്ടറിന്റെ റെഡ്യൂസ്ഡ് ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വാട്ടർ കുറച്ച് വരും. പാർട്ട് വാട്ടർ കുറച്ചേ വരത്തുള്ളൂ. അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഫിക്സഡ് ബ്ലേഡിന് മാറാൻ പറ്റത്തില്ല. പ്രൊപ്പല്ലർ ടർബൈനിന് മാറാൻ പറ്റത്തില്ല. പിന്നെ ഈ വെള്ളമായിട്ടുള്ള ഇന്ററാക്ഷൻ ഇൻഎഫിഷ്യന്റ് ആയിരിക്കും. വെള്ളമായിട്ടുള്ള ഇന്ററാക്ഷൻ എന്തായിരിക്കും? ഇൻഎഫിഷ്യന്റ് ആയിരിക്കും. ഇൻഎഫിഷ്യന്റ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ വാട്ടർ. അതൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഈ സെപ്പറേഷൻ കൂടുതലായിരിക്കും. ഇതിനകത്ത് സെപ്പറേഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെപ്പറേഷൻ കൂടുതലായിരിക്കും. അതൊരു കാര്യമാണ്. ഇനി വോർട്ടെക്സ് ഉണ്ടായി വരാനുള്ള ചാൻസ് കൂടുതൽ. വോർട്ടെക്സ് ചുഴി ഉണ്ടായുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇതൊക്കെ കൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് എനർജിനെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള കഴിവ് പ്രൊപ്പല്ലർ ടർബൈന് കുറവായിരിക്കും. എങ്ങനെ കുറവായിരിക്കും? അണ്ടർ പാർട്ട് ലോഡ്. അപ്പൊ പ്രൊപ്പല്ലർ ടർബൈൻ ആണ് ഈ പാർട്ട് ലോഡ് ഓപ്പറേഷനിൽ ഏറ്റവും കുറഞ്ഞ എഫിഷ്യൻസി വരുന്നത് നമ്മുടെ പ്രൊപ്പല്ലർ ടർബൈൻ ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. എന്താണ്? പ്രൊപ്പല്ലർ ടർബൈൻ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 23 പോവാം. ഇതൊരു പ്രോബ്ലം ആണ്. If the velocity potential function is given by phi is equal to 3x minus 4y. അതായത് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ phi is equal to 3x minus 4y ആണെന്ന് വിചാരിക്കുക. Find the magnitude and direction of velocity at any point. അതായത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് തന്നു കഴിഞ്ഞാൽ ആ പോയിന്റിലുള്ള മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമുക്ക് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഇതിന്റെ യുവും വിയും കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. യു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. ഇപ്പൊ ഈ വെലോസിറ്റി യു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? യു ഈസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ അല്ലെങ്കിൽ ഡി ഫൈ ബൈ ഡി എക്സ്. അപ്പൊ ഈ അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്ത് വരും? 3x മൈനസ് 4y. ഇതിനെ നിങ്ങൾ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും ആൻസർ. ഇനി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ ബൈ ഡോ വൈ ഓഫ് 3x മൈനസ് 4y എന്ന് വരും. എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? y കൊണ്ടാണ് ചെയ്യുന്നത്. മൈനസ് 4 എന്ന് വരും. ഇനി നമുക്ക് ജനറൽ ഇക്വേഷൻ ഫോർ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? v is equal to എന്താണ്? v is equal to root of എന്ത് വരും? u square plus v square എന്ന് പറഞ്ഞാൽ എന്ത് വരും? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് മൈനസ് 4 the whole square എന്ന് പറഞ്ഞാൽ എന്ത് വരും? റൂട്ട് ഓഫ് 9 പ്ലസ് 16 എന്ന് പറഞ്ഞാൽ എത്ര വരും? റൂട്ട് ഓഫ് 25 എന്ന് പറഞ്ഞാൽ എത്ര വരും? 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ വെലോസിറ്റി നമുക്ക് കിട്ടി. ഇനി നമ്മുടെ വെലോസിറ്റി ഇല്ല, അതിന്റെ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് പി ബൈ യു എന്ന് പറഞ്ഞാല് ടാൻ ഇൻവേഴ്സ് ഓഫ് എത്ര? മൈനസ് 4/3. അപ്പൊ അത് നിങ്ങൾ കാൽക്കുലേറ്റ് അടിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 53 ഡിഗ്രി 7 മിനിറ്റ്സ് എന്ന് വരും. 7 മിനിറ്റ്സ്. അതായത് നമ്മുടെ
ഇത് അപ്പൊ നമ്മൾക്ക് ഇതെല്ലാം കോറിലേറ്റ് ചെയ്ത് നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 5 മീറ്റർ പെർ സെക്കൻഡ് മാഗ്നിറ്റ്യൂഡും 53°7'. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 24ലേക്ക് പോവാം. എ ജെറ്റ് ഓഫ് വാട്ടർ 40 mm in diameter. അപ്പൊ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഒരു ജെറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജെറ്റിന്റെ ഡയമീറ്റർ എത്രയാണ്? 40 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജെറ്റ് ആണ് തന്നിരിക്കുന്നത്. ജെറ്റ് ഡയമീറ്റർ എത്രയാണ്? ഡയമീറ്റർ ഓഫ് ദ ജെറ്റ് ഡി എന്ന് പറഞ്ഞാൽ 40 mm. അത് നമ്മൾ മീറ്റർ ആക്കുമ്പോഴത്തേക്ക് 0.04 മീറ്റർ എന്ന് വരും. ആസ് എ വെലോസിറ്റി, അതിന്റെ വി എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫൈൻഡ് ദ പവർ ഓഫ് ഇറ്റ്. പവർ കണ്ടുപിടിക്കണം, പി ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം പവറിന്റെ ഒരുപാട് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതില് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ജെറ്റിന്റെ കേസിൽ നമ്മളെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പി ഈസ് ഈക്വൽ ടു ഹാഫ് റോ ക്യൂ ഇ സ്ക്വയർ ആണ്. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ചാർജ് ആണ്. അപ്പൊ നമുക്കറിയാം ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഏരിയ എന്ന് പറയുന്നത് സർക്കുലർ ജെറ്റ് ആകുമ്പോൾ ഏരിയ 5/4 ഇൻറ്റു ഡി സ്ക്വയർ. ഡി എത്രയാണ്? 0.04 സ്ക്വയർ ഇൻറ്റു വെലോസിറ്റി 25. അത് നിങ്ങൾ അടിച്ചു നോക്കുമ്പോൾ ക്യൂ എത്ര വരും? വാല്യൂ ഓഫ് ക്യൂ നിങ്ങൾക്ക് 0.031415 അത്രയും മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ, ഇനി നിങ്ങൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റോ വാട്ടർ അല്ലേ. അപ്പൊ റോ എത്ര ഡെൻസിറ്റി തരുന്നത്? 1000 ഇൻറ്റു ക്യൂ എത്രയാണ് ഇപ്പൊ കിട്ടിയ? 0.031415 ഇൻറ്റു വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി സ്ക്വയർ, അതായത് 25ന്റെ സ്ക്വയർ. അപ്പൊ ആൻസർ നിങ്ങൾക്ക് പവർ എത്ര കിട്ടും? 9817 പോയിന്റ്, അതായത് 9817.54 അത്രയും വാട്ട്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 പോയിന്റ് ഇങ്ങോട്ട് മാറ്റുമ്പോൾ 9.8, അതായത് 9.82 ഇത്രയും കിലോ വാട്ട് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, 9.82 കിലോ വാട്ട്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 25ലേക്ക് പോവാം. The equation used for experimental measurement of viscosity. അപ്പൊ നമ്മള് വിസ്കോസിറ്റി നമ്മൾ എക്സ്പെരിമെന്റൽ മെഷർമെന്റിൽ വെച്ച് നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കൊടുത്തേക്കുന്നതാണ് ഡാർസി വെയ്സ്ബാക്ക്. അടുത്തത് ഓപ്ഷൻ ബി സ്റ്റോക്സ് ഇക്വേഷൻ, നാവിയർ-സ്റ്റോക്സ് ഇക്വേഷൻ ആണെന്ന് പറയുന്നത്. ഫാനിങ് ഇക്വേഷൻ, ഹൈജൻസ്-പോയ്സൺസ് ഇക്വേഷൻ. അപ്പൊ നമുക്കറിയാം നമ്മൾ ഒരു എക്സ്പെരിമെന്റൽ മെഷർമെന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എടുക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ഹൈജൻസ്-പോയ്സൺസ് ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഈ ഇക്വേഷൻ എങ്ങനെ വരും? അപ്പൊ ഇത് ഇക്വേഷൻ പറയുന്നത് എന്താണ് അത് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഡെൽറ്റ പി എന്ന് ചേഞ്ച് പ്രഷർ ഡ്രോപ്പ് അക്രോസ് എ ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഈ ഇക്വേഷൻ പറയുന്നത് പറഞ്ഞാൽ ഹൈജൻസ്-പോയ്സൺസ് ഇക്വേഷൻ ഡയറക്ട്ലി റിലേറ്റ്സ്. ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്യുന്നു? പ്രഷർ ഡ്രോപ്പിന് നമ്മളെ ഫ്ലൂയിഡ് ഫ്ലോ ത്രൂ എ പൈപ്പുമായിട്ടും അതിന്റെ വിസ്കോസിറ്റിയുമായിട്ടും അതിന്റെ ലെങ്തുമായിട്ടും റേഡിയസുമായിട്ടും വോളിയം ഫ്ലോ റേറ്റുമായിട്ടും റിലേറ്റ് ചെയ്യുന്നു. അതായത് ഈ ഇക്വേഷൻ പറയുന്നതനുസരിച്ച് എന്താണ്? ഡെൽറ്റ പി പ്രഷർ ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു മ്യൂ എൽ ക്യൂ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ആർ റൈസ്ഡ് 4. വേർ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അബ്സൊല്യൂട്ട് വിസ്കോസിറ്റി, അതിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. എൽ എന്താണ്? പൈപ്പ് ലെങ്ത്, പൈപ്പിന്റെ ലെങ്ത്, അത് ഇൻ മീറ്റർ. ക്യൂ എന്താണ്? ഡിസ്ചാർജ് ത്രൂ ദ പൈപ്പ്, യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ആർ എന്താണ്? പൈപ്പിന്റെ റേഡിയസ് ഇൻ മീറ്റർ.
ഈ ഇക്വേഷൻ എന്തിനെ കണക്ട് ചെയ്യുന്നു? ഈ ഇക്വേഷൻ നമ്മുടെ ചേഞ്ച് ഇൻ പ്രഷറിന് അതിന്റെ വിസ്കോസിറ്റിയും അതായത് നമ്മുടെ വിസ്കോസിറ്റി മ്യൂ വിസ്കോസിറ്റി, അതിന്റെ ലെങ്ത്, അതിന്റെ ഡിസ്ചാർജ്, അതിന്റെ റേഡിയസ്. ഈ പൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺസ്റ്റന്റ് ആണ്, വെയിറ്റും കോൺസ്റ്റന്റ് ആണ്, എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഹെജൻ-പോയ്സൽസ് ഇക്വേഷൻ ആണ് നമ്മൾ ഇപ്പം വിസ്കോസിറ്റിനെ എക്സ്പെരിമെന്റൽ മെഷർമെന്റ് ഓഫ് വിസ്കോസിറ്റിക്ക് എടുക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹെജൻ-പോയ്സൽസ് ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, നല്ലപോലെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.